അപ്പം 2023 ഇപ്പം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ജനറലി ഈ വർഷം നിങ്ങൾ കണ്ട സിനിമകളും അതേസമയം നിങ്ങളുടെ സിനിമകളുടെ അതായത് ഇത് രണ്ടിൻ്റെ ഒരു റെസ്പോൺസ് ജനറലി സ്റ്റഡി ചെയ്യുമ്പം ടോട്ടലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേസ് എന്താണ്, ഒരു ലെസൺസ് എന്തെങ്കിലും, എന്താണ് ഒരു ബിസിനസിനെ കുറിച്ചൊരു ഓവറോൾ? എനിക്ക് തോന്നിയത് ഓഡിയൻസ് ആർ നെവർ സാറ്റിസ്ഫൈഡ്. അതായത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര എഫേർട്ട് ഇടേണ്ട ഒരു ഇതിലേക്ക് ഫിലിം മേക്കിംഗ് മാറിയിട്ടുണ്ട്. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരൊരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു ഗ്രാഫിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫാലിമി കമ്മിറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഓക്കെ ഇത് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് സക്സസ് എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ മൂവി. തിയേറ്ററിക്കൽ സക്സസ് തന്നെയായിരുന്നു. പക്ഷേ ഒരു ബസ് ക്രിയേറ്റ് ചെയ്തില്ല ആക്ച്വലി. അതായത് മുന്നുള്ള ജയ് ഹീം എല്ലാവരും അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഫാലിമി കാണാൻ കയറിയത്. ഒരിക്കലും നമുക്ക് വീണ്ടും ഒരു റിപ്പീറ്റഡ്ലി ലൈക്ക് ഒരു ജാനമനോ ജയഹയോ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ പോയിന്റ് ഇൻ ഈ ഒരു ബിസിനസ്സിലൊന്നും നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികളെ. അതാണ് എൻ്റെ ഒരു ടേക്ക്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി പാൻഡമിക്കിന് ശേഷം ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വ്യൂയിങ് അത് കുറച്ച് ഹൈ ഇതായുണ്ട്. എസ്പെഷ്യലി യൂത്തിനെ തിയേറ്ററിലേക്ക് പുൾ ചെയ്യാൻ ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡക്ഷൻ ഹൗസ്, ആസ് എൻ ആക്ടർ, എല്ലാവർക്കും എന്താ പറയാ, നമ്മളൊരു കഥയെ ജഡ്ജ് ചെയ്ത് സിനിമയാക്കി അതിനെ പുറത്തിറക്കാൻ തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടി ഇതാവുന്ന സമയത്തായിരിക്കും യൂത്ത് ടോട്ടലി വേറൊരു ജോണറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും ഒരു 1 year പ്രോസസ്സ്, 6 months എങ്കിലും മിനിമം ഉണ്ടാവല്ലോ. 6 months പോലും ഇവരുടെ ടേസ്റ്റ് ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല. എവറി മന്ത് ഇറ്റ് ഇസ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ സിനിമ പൊതുവെ ഇപ്പം ജാനവനും ജയജയും ഇതെടുത്ത് ഫലിമി എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം ഈ റെലവെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അതൊരു ഫൺ പാക്കേജിലാണല്ലോ. അപ്പം അതെപ്പോഴും നിങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ടാണ്, അതായത് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൻ്റെ ബാലൻസ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണോ? അത് ഈ സിനിമകളിലെല്ലാം ഉണ്ടല്ലോ. അതെ, അത് കാര്യം നമ്മുടെ ജയഹി പറഞ്ഞത് ഹ്യൂമർ അല്ലെങ്കിൽ ഒരു സർക്കാസം അങ്ങനെയാണ് അത് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അത് അങ്ങനെ ആ ഒരു ഹിറ്റിലേക്കും അങ്ങനെ ഒരു ഫിനാൻഷ്യലി ഹിറ്റിലേക്കും അത് അങ്ങനെ ഒരു ഓർമ്മിക്കപ്പെടുന്ന പടമായി. അല്ല, ഈ സബ്ജക്റ്റ് വളരെ സീരിയസ് ആയിട്ടും പറഞ്ഞിട്ടുമുണ്ട്, പറയാനും പറ്റും. പക്ഷേ നമുക്ക് അത്രയും ഫിനാൻഷ്യലി ബിസിനസ് വൈസും ആവില്ല. ആസ് എ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഡയറക്ടർക്ക് അങ്ങനെ ഒരു വലിയ ഹിറ്റ് സീരിയസ് ജോണറിൽ ചെയ്തത് ചിലപ്പോൾ അതൊരു ഓഡിയൻസിലേക്കും എത്താൻ എനിക്ക് തോന്നുന്നു ഹ്യൂമർ ഒരു മീഡിയമാണ്. തീർച്ചയായും. പിന്നെ എനിക്കൊന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷം എടുത്ത കുറേ പടങ്ങൾ സർപ്ലസ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ ആൾക്കാർക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഫെറ്റിക് ആയിരുന്നല്ലോ. ഇത് അനാവശ്യമായിട്ടുള്ള കുറേ പടങ്ങളും ആവശ്യമുള്ള കുറച്ച് പടങ്ങളും. അപ്പം മറ്റേതിൻ്റെ ഇതും കൂടെ വരുന്ന സമയത്ത് ഇവർ അത് ഈ നല്ല സിനിമകളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു വന്നിട്ടുണ്ട്. അതല്ല ജനറലി ആ ഒരു ഇത് ഈ വർഷം ഉണ്ട്. അത് ലൈക്ക് വിത്തൗട്ട് ഡൗട്ട് അത് പറയാം ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മള് ഈ പണ്ട് കാലത്തൊക്കെ പറയുമല്ലോ സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാമിലി പോലെയാണ്, കുറച്ചും കൂടി ക്ലോസ് ഇതായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ആരും പ്രോജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ലൈക്ക് കുറച്ചും കൂടി കോമ്പറ്റീഷനോ അല്ലെങ്കിൽ റൈവലായിട്ട് അങ്ങനെ റൈവലറിയിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ആൾക്കാർ ഇപ്പോൾ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ ഡയറക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രൊഡക്ഷൻ ഹൗസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പ്രോജക്റ്റിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടു ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഫിൽറ്റേർഡ് ആയിട്ട് ചിലപ്പോൾ സിനിമകൾ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എത്ര പ്രാക്ടിക്കൽ ആണെന്ന്, പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു തോട്ടാണ് പലപ്പോഴും. അതെല്ലാവരും ഭയങ്കര പ്രൊഡക്റ്റീവായി അവരുടെ പ്രോജക്ട്സ് അങ്ങനെയാണോ? അതെ, എല്ലാവരും അവരുടെ എൻ്റെ പ്രോജക്റ്റ് എന്നുള്ള ഇതിലേക്ക് പോയി. ആസ് എ ഹോൾ ഇൻഡസ്ട്രി എന്നുള്ള ഒരു പെർസെപ്ഷൻ എല്ലാവരും ഒന്ന് അത് ഒരു സെൽഫിഷ് ഇതിലേക്ക്, ഞാൻ എന്നെ അടക്കമുള്ള ആൾക്കാരെ പറയുന്നത് അതിലേക്ക് മാറിയെന്ന് തോന്നുന്നു. ആസ് എ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഇതിൽ വ്യൂ പോയിന്റിൽ ആരും കാണുന്നില്ല. അതിനെ കൊണ്ട് അഡ്വാൻറ്റേജസും ഇതും ഉണ്ടായിട്ടുണ്ട് രണ്ടും. മീൻസ് അഡ്വാൻറ്റേജ് ആണ് എങ്ങനെയത് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് ഓക്കെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല സിനിമകൾ വരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആസ് എ ഹോൾ ഒരു മലയാളം ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫ്ലറിഷിങ്.
ഫ്ലറിഷിങ് അല്ല ഇപ്പോൾ. ഒരു കളക്റ്റീവായിട്ട് ആൾക്കാർ മൂവ് ചെയ്യണം എന്നുള്ളൊരു കളക്റ്റീവായിട്ട് മൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി എല്ലാ ഇൻഡസ്ട്രി ഇപ്പോൾ കന്നഡ നമ്മൾ ഏറ്റവും താഴെ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മോശം ഇൻഡസ്ട്രി കന്നഡ ഇൻഡസ്ട്രിയാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ യു ആർ ഡൺ എന്ന് തോന്നുന്ന അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ പോയി അഭിനയിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ തൃശ്യൊക്കെ ഏതൊരു കന്നഡ പടം ചെയ്തപ്പോൾ തൃശ്യയുടെ കാലം കഴിഞ്ഞു, കരിയർ ഇസ് ഓവർ എന്ന് പറയുമ്പോൾ എല്ലാവരും കന്നഡയിലേക്കാണ് ഷിഫ്റ്റ് ആവാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർ കളക്റ്റീവായി ഒരുമിച്ച് നിന്നിട്ട് കന്നഡ ഇൻഡസ്ട്രി ഇപ്പോൾ കമേഴ്ഷ്യലി ഉള്ള ഇതിലേക്കും മലയാളത്തിനേക്കാൾ മേലേക്ക് വന്നു. അല്ല, അപ്പോൾ ഈ ഒരു കളക്റ്റീവ് എഫേർട്ട്, ഇത് ആ ഒരു സപ്പോർട്ട് എല്ലാ സൈഡിൽ നിന്നും വേണമെന്ന് പറയുന്നുണ്ട്. ഒരു ഇൻഡി ഫിലിം മേക്കിംഗ് ആയിക്കഴിഞ്ഞാലും അത് ഇത് ഇപ്പം ഫ്ലറിഷ് എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് പ്രൊഡക്ഷൻ ഹൗസസിന് 100 crores വരുന്ന ഫ്ലറിഷിങ് മലയാളത്തിലും ഉണ്ട്. പക്ഷേ ഇപ്പം ടൈനി പ്രൊഡക്ഷൻ ഹൗസസ് ഇപ്പോൾ US ആണെങ്കിലും ചെറിയ ചെറിയ സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ ബെൻ അഫ്ലെക്കും മറ്റേ ആളും കൂടെ ചേർന്ന് എഴുതി മാറ്റ് ഡെമനും കൂടെ എഴുതിയ സിനിമ, അങ്ങനത്തെ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങത്തില്ലല്ലോ. ലൈക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ സിനിമ പ്രൊഡക്ഷൻ ഹൗസസ് ചെയ്യുന്നേ ഇല്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു പോസ്റ്റ് കോവിഡ് പോസ്റ്റ് മാർവൽ എറയിലാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ഒരു വീട്, ആ വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടയോ വട്ടിയോ ആളോ കാറോ ഒക്കെ മിസ്സിങ് ആയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ആ വീടിൻ്റെ ചുറ്റും ഓടുന്ന സിനിമകൾ വർക്കാകും. പക്ഷേ അത് വർക്കാവുന്ന ഒരു ഉറപ്പുമില്ല. ജസ്റ്റ് ബേസ്ഡ് ഓൺ വാട്ട് അതർ ഫിലിംസ് കം ഡ്യൂറിങ് ദ ടൈം. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ എല്ലാം കുറച്ചുകൂടെ മറ്റേ ഓഡിറ്ററി സെൻസറി ഒരു സ്റ്റിമുലേഷൻ ഉള്ള സാധനം മാത്രമേ അറ്റൻഷൻ സ്പാനൊക്കെ ഉള്ള സിനിമകളാണ് നമ്മൾ കാണുമ്പോഴത്തേക്ക്. എക്സാമ്പിൾ ജയ നമ്മൾ എവറി 3rd second ഒരു സോങ് വന്ന് നമ്മൾ ഇത് എൻറ്റൈസ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ഒരു സംഭവം കാണും. അപ്പോൾ ഇങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാത്ത സിനിമകളൊന്നും അങ്ങനെ ഓടുന്നില്ല. അങ്ങനെ അല്ലാത്ത സിനിമകൾ ഹിറ്റായതൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെ 2-3 സിനിമകളുണ്ട്. പക്ഷേ ബേസിക്കലി ജനറലി വേൾഡ് ഓവർ ആ ഒരു ഇഷ്യൂ ഉണ്ട്. ആ സമയത്ത് കുറെ സോഡബക്കിനെ പോലത്തെ ആൾക്കാർ കുറെ ഇന്ത്യ ഫിലിം. അതെ, അങ്ങനത്തെ ഒന്നും ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും ആപ്പിൾ TV പോലും വാങ്ങിക്കുന്നില്ല. അത് ആപ്പിൾ TV ഇപ്പം ഭയങ്കര ആരും വാങ്ങിക്കുന്നില്ല. അപ്പം ഈ ടൈമിങ് എത്ര വലിയൊരു ഫാക്ടറാണ്. ഇപ്പം റിലീസ് ഇപ്പം OTT ആയിക്കഴിഞ്ഞാലും ഇപ്പം ഇതിപ്പോൾ നിങ്ങളുടെ മെയിൻ സ്ട്രീം ഇതാക്കി. കാരണം നിങ്ങളുടെ ഇത് എടുത്ത് നോക്കുന്നത് തന്നെ ജയജയും ജാനിഫർ ഇറങ്ങിയ ടൈമിങ് ഭീകര ടൈമിങ്. അതെങ്ങനെയാണ് അത് സക്സസ് ആയെന്നുള്ളതൊരു ആ ഒരു ടൈമിൽ സക്സസ് ആക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു, അതെങ്ങനെയാണ് നിങ്ങളത് കാണുന്ന ഒരു ടൈമിങ്? ആക്ച്വലി സിനിമ ചെയ്യുക, ഷൂട്ട് ചെയ്യുക, അതൊരു ഫസ്റ്റ് കോപ്പി ഉണ്ടാക്കുക, അത് വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് സിനിമയിലേക്ക് വന്ന ആളല്ല. ഞാൻ സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. സാലി ജോർജിൻ്റെ കൂടെ ഒരു 14 വർഷം ഉണ്ടായിരുന്നു. സിനിമ ചെയ്യുക എനിക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നൊരു ആ ഒരു പ്രോസസ്സ് വളരെ ടഫാണ്. പല സിനിമകൾക്കും അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. സിനിമ നല്ലതായിരിക്കും, പക്ഷേ തിയേറ്ററിൽ ഇറക്കുന്ന സമയം കറക്റ്റ് ആ ഒരു പ്രോപ്പർ ടൈമിംഗ് അല്ലാത്തതുകൊണ്ടും വേറെ വരുന്ന സിനിമകൾ അത് എങ്ങനെ കോമ്പറ്റ് ചെയ്യാം അത് പ്ലാൻ ചെയ്തിട്ട് ഇറക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്കും സ്പേസ് കിട്ടും, എല്ലാവർക്കും സ്പേസ് കിട്ടും. ആ ഒരു പ്ലാനിങ് ഇല്ല, ഇവിടെ കുറവാന്ന് തോന്നുന്നു. അത് കുറച്ച് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ്? കാരണം ജാനവൻ എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് ഒരു ഹൈപ്പും ഇതില്ലാണ്ട് ലൈക്ക് നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് മാത്രം അറിയാം ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന്. പക്ഷേ അതിൽ ലീഡപ്പ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ. നമ്മൾ ആ ഫസ്റ്റ് ഡേ റിവ്യൂവിന് കണ്ടു, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ അത് നിങ്ങൾ പ്യുവർലി ഒരു വേർഡ് ഓഫ് മൗത്ത് അത് കോവിഡ് അതെ തിയേറ്റർ തുറക്കുന്ന 50% occupancy അതെ അതുകൊണ്ട് അവിടെ ആ ടൈമിൽ നമ്മൾ അങ്ങനെ കുറെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം ഡിജിറ്റൽ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഹോർഡിങ്സിന് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് അതൊന്നും സ്പെൻഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അതൊരു വളരെ മിനിമൽ മാർക്കറ്റിംഗ് ആയിരുന്നു. വേർഡ് ഓഫ് മൗത്തിൽ തന്നെ കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് ജയജയനും ഫരീമിനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എവല്യൂഷൻ നിങ്ങളുടെ ഈ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്? യെസ്, ഡിജിറ്റൽ സൈഡാണ് പുഷ് ചെയ്തത്. അതുകൊണ്ട് അതിനകത്ത് ഇതെല്ലാം ഷോൾഡർ ഡാൻസ് എല്ലാം അതെ അതെ. അപ്പം ആ ഒരു ഓരോ പ്രോമോ മെറ്റീരിയൽ എനിക്കൊന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള എന്താ പറയുക കുറച്ചായിട്ട്
അതിന്റെ ഒരു കമ്പൾഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു അതെ, പാട്ട്. അതെ. അതുപോലെ അത് ആർട്ടിസ്റ്റിന്റെയും കൂടെ ഇൻപുട്ട് ഭയങ്കരമാണ്. അതായത് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മുടെ മാർക്കറ്റിംഗ് ടീം പ്ലാൻ ചെയ്ത് കൊടുത്തതല്ല. അത് ജുനൈസ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ബേസിലിന്റെ ഐഡിയ ആണ്. ലൈക് ബേസിൽ വാസ് റെഡി ടു ഡു എനിത്തിങ്. ബേസിൽ എപ്പോഴും എന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കോമാളിത്തരം കാണിക്കുന്നുണ്ട്, പടം മര്യാദക്ക് ഇറക്കി ഹിറ്റാക്കിയില്ലെങ്കിൽ ഞാൻ ഇനി പിന്നെ ഇറങ്ങൂല കേട്ടോ. ലൈക്ക് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ. ബേസിൽ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് മാർക്കറ്റിംഗ്. ആൾക്ക് ഭയങ്കര ഒരു മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ നല്ല ഒരു പ്ലാനിങ്ങും അതിനൊരു അറിവുള്ള ഒരാളാണ്. അപ്പോൾ ബേസിൽ തന്നെ എന്തിനും റെഡിയാണ്. ലൈക്ക് ഡാൻസ് കളിക്കണം, ഇനി റോട്ടിൽ ഇറങ്ങി ഡാൻസ് അതിനും റെഡിയാണ്. ലൈക്ക് പടത്തിന് അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ബേസിലിന്റെ ഒരു ഐഡിയ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതില് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റും അവർക്കും കൂടി അവരുടെയും കൂടി ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും അത് മാർക്കറ്റിങ്ങിന് ഭയങ്കര ഗുണം ചെയ്യും. പ്രൊഡക്ഷൻ ഹൗസിനെ ആണെങ്കിലും തിയേറ്ററിക്കൽ റണ്ണിനെ ആണെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് സഹായകമായിട്ടുണ്ട്. ലൈക്ക് ബേസിലുള്ള സൈഡിൽ നിന്നാണെങ്കിലും ദർശനയാണെങ്കിലും ജാനേമനിലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആയാലും. അപ്പോൾ അത് ഭയങ്കര ഒരു ഫാക്ടറാന്ന് തോന്നുന്നു. ഫനിമയിൽ അങ്ങനെ കുറച്ച് സോങ്സിന്റെ ഒരു ഇതൊക്കെ അതെ ഉണ്ടായിരുന്നു. അതെ അതെ. ഈ കണ്ടന്റ് സ്കിങ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ സ്റ്റാർസിന്റെ ഒരു ആശയം അത് നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്താൽ, ലൈക്ക് മീൻസ് ഒരു സബ്ജക്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു സ്റ്റാർ ആയിട്ട് വേണം. അങ്ങനെ ഒരു ഈവൻ കൃഷ്ണന് പോലും അത് എനിക്കുണ്ട്. പറയൂ പറട്ടെ. അല്ലല്ല, അത് ഞാൻ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ നോക്കുവാണ്. ഐ എം ട്രൈങ് അഗെയിൻ ആൻഡ് അഗെയിൻ നോട്ട് ടു ആക്ച്വലി ക്രിയേറ്റ് ദാറ്റ് മാർക്കറ്റ്. എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കറിൻ്റെ മാർക്കറ്റ് വേണമെന്നല്ല, നല്ലൊരു ആൾക്കാർക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉള്ള ഒരു ഫിലിമാണെങ്കിൽ അതിന് ഒരു ബിസിനസ് വേണമെന്നുള്ളൊരു സാധനം ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എൻ്റെ അത് ക്രോസ് ആയിട്ടുണ്ട്. നോക്കാം, നമുക്കിനി അത് ഇപ്പം ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും നോക്കാൻ പറ്റും. പക്ഷേ അഗെയിൻ ഈ 100 crores അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബേസിക് ബ്രേക്ക് ഇവനെക്കാട്ടും കുറച്ച് പൈസ വാങ്ങിക്കാൻ പറ്റും. നമുക്കാരും കാറൊന്നും മേടിച്ചല്ലോ അങ്ങനെ. അതെ, അല്ലാതെ വിൽ ഗെറ്റ് ബ്രേക്ക് ഈവൻ ഈ ഒരു സസ്റ്റൈനൻസിൽ പോകാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഇനീഷ്യലി വെച്ചിട്ട് ദ ഫിലിം ഈസ് ഓൾസോ ഗുഡ്, ദെൻ ഇറ്റ് ബിക്കംസ് എ ഇൻഡസ്ട്രി ഹിറ്റും. അങ്ങനെ പോകത്തില്ല. സ്റ്റാർസ് വന്നാലേ അങ്ങനെ പോകത്തുള്ളൂ. അതൊരു സാഡ് റിയാലിറ്റിയാണ്. ഞങ്ങള് ജാനമനിൽ അതാണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഈവൻ ജയഹയുടെ സമയത്തും ബേസിലിന്റെയും ദർശനയുടെയും ഭയങ്കര മാർക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഫാലിമിൽ എത്തിയപ്പോഴേക്കും ബിസിനസ് വൈസ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോം, ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റാർസ് മതി. അങ്ങനത്തെ ഒരു സിനാരിയോയിലേക്ക് മാറി. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രൊഡക്ഷൻ ഹൗസുകൾ, ഞങ്ങളിങ്ങനെ ഫണ്ട് എടുത്ത് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതൊരു എന്താ പറയാ ടെൻഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് അയ്യോ, ഇത് നമ്മളെ വിശ്വസിച്ച് ഫണ്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കണമല്ലോ. അല്ലാതെ ലൈക്ക് വേറെ സ്ട്രീം ഓഫ് ബിസിനസ് ഉള്ള അവിടുന്ന് പൈസ എടുത്ത് റോൾ ചെയ്ത് ഓക്കെ ഫ്രീ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ആകെയുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പൊ അത് അറ്റ് സ്റ്റേക്കിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ആക്ച്വലി. അപ്പോൾ ഇപ്പൊ ആ ഒരു സിനാരിയോ ബിസിനസ് വൈസും അങ്ങനെ മാറി. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റിന് ഒരു ലീഡ് ആക്ടർ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ വേണം എന്നുള്ളൊരു ഇതിലിരിക്കുന്നത്. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഞങ്ങളുടെ ഒരു എന്താ പറയാ USP അതായിരുന്നില്ല തുടങ്ങിയ സമയത്ത്. അങ്ങനെയാണ് ജാനമനും ജയഹയും സംഭവിക്കുന്നതും. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്ത് ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കും എന്താ വെച്ചാൽ പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴത്തെ ഫാലിമി വന്നപ്പോൾ ഉള്ള സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് വേണം, സ്റ്റാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് ഞങ്ങളെ ഫോഴ്സ്ഫുള്ളി അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവരുടെ എല്ലാ എക്സിബിറ്റേഴ്സും എല്ലാവരും ഡിസ്കഷൻസ്. അതെ അതെ, മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയുടെ ഒരു അതാണിപ്പോ. ഇപ്പോൾ ഈ IFFK ഫെസ്റ്റിവൽ പോലത്തെ പ്ലാറ്റ്ഫോം, ഇപ്പോൾ ആനന്ദിൻ്റെ കാര്യമൊക്കെ കൃഷ്ണന്ത്, ഇപ്പം ഫാമിലി, എനിക്കൊന്നും എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ആകുമ്പോൾ അത് എത്രത്തോളം അത് നിങ്ങളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇപ്പം സ്റ്റാർ ഉള്ളത് അല്ല ഒരു അൺനോൺ ഫേസ്, ഇപ്പം നിങ്ങളുടെ സിനിമയിൽ അങ്ങനെയായിരുന്നല്ലോ, ആവാസികത്തിൽ ആരും അറിയുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ് ക്രിയേറ്റഡ് ലൈക്ക് എ ഹ്യൂജ് ഒരു വേവ്. ഇപ്പം ലൈക്ക് അതൊന്ന് തുടങ്ങാം ആക്ച്വലി, ആവാസികത്തിൽ തുടങ്ങിയിട്ട് ഒരു ഫിലിം മേക്കറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. പിന്നെ ലൈക്ക് ആർ ഏബിൾ ടു ഗെറ്റ് ബിഗർ സ്റ്റാർസ് ആഫ്റ്റർ ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ബിഗർ സ്റ്റാർസ് എന്നല്ല, ആക്സസിബിലിറ്റി ടു ഇൻഡസ്ട്രി പീപ്പിൾ കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെടുത്ത് ആക്സസിബിലിറ്റി കൂടും. നമുക്ക് പിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു
ഓപ്പണിങ് കിട്ടും. ഇപ്പം നമുക്ക് വിചാരിക്കുന്ന നമ്മളൊരു ക്യാരക്ടറായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരു ഞാൻ ഇതിന് മുമ്പാണെങ്കിൽ ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് അവർ ക്യാരക്ടറിന് സൂട്ടാവും തോന്നുമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഫോർ മീ അവസ്യം ഹാസ് ഹെൽപ് മീ ഇൻ ദാറ്റ് മാനർ. ഓൾസോ അവസ്യം ഡിഡ് എ ബിസിനസ്. അപ്പോൾ അത് കാരണം എൻ്റെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഐ ആം ഓൾസോ മേക്കിംഗ് സർട്ടൻ ചോയ്സസ്. ഇപ്പോൾ ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ ബഡ്ജറ്റ് കൂടുമെങ്കിൽ നമുക്ക് അത് പൊട്ടി ഏറ്റവും മോശപ്പെട്ട പടമാണെങ്കിൽ മാർജിൻ എത്ര കിട്ടും, അപ്പോൾ ആ സ്റ്റാർ വേണ്ട, അതിനെക്കാട്ടും നമുക്ക് സ്റ്റാർ ഇല്ലാത്ത ഒരാളെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാർജിൻ കിട്ടും. അങ്ങനെ റിസ്ക് വേഴ്സസ് റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസിലോട്ട് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്നെത്താൻ പറ്റി. അപ്പോൾ സ്റ്റാറിനെ വെച്ചാണ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ അറിയത്തില്ല, എങ്കിൽ എനിക്ക് വേറെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇതേപോലെ തന്നെ അവാർഡ്സ് കിട്ടിയിട്ടുള്ള അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിന് എനിക്ക് നമ്പർ എടുത്ത് പറയാൻ പറ്റും. ഇതിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. I know at least 5 people who have not made a film in the last 4 years because they're waiting for a date of a star. അങ്ങനെ അവർ കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ എടുക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. അപ്പോൾ അതിൽ ചെന്ന് പെടരുതെന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവർ ഈ സ്റ്റാർസുകൾ കുറ്റം ചെയ്യുന്നതൊന്നുമല്ല, അവർക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പം ഞാനൊരു കണ്ടന്റ് പറഞ്ഞിട്ട് 7 months later ചെല്ലുമ്പോഴത്തേക്കും ദേ ഓൾറെഡി ഫൗണ്ട് ബെറ്റർ ഫിലിം മേക്കർ. അപ്പം അതുകൊണ്ട് ഞാൻ അത് മാക്സിമം നോക്കുന്നു. അവസ്യം ഹാസ് ഗിവൺ മീ ദാറ്റ് ലിബർട്ടി. പുരുഷപ്രായത്തിൽ എത്തിയപ്പോഴും ഞാൻ ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് മീ നോട്ട് ജമ്പ് ഇൻ ടു കൺവേർട്ടിങ് ഇറ്റ് വിത്ത് സൂപ്പർ സ്റ്റാർ. അല്ലാതെ ഈ പിന്നെ നമുക്ക് പ്രൊഡക്ഷനും എല്ലാം കുറച്ചുകൂടെ നമ്മുടെ ഒരു നീഷിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ വിഷൻ ഡൈല്യൂട്ട് ആവാതിരിക്കാന്നുള്ളൊരു എനിക്ക് ആർഗ്യുമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തളർന്നു പോകും. അപ്പം അത് എനിക്ക് ക്ഷീണം വരും. എന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ചിലരുടെ ഓറ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ OTS വെച്ച് മാത്രം കട്ട് ചെയ്ത് നമ്മൾ ആ സീൻ എടുക്കേണ്ടി വരും. അതിന് പിന്നെ അതാണ് കൃഷ്ണന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുരുഷപ്രായത്തിന് അത് ലാസ്റ്റിൽ ഒരുപാട് റെഫറൻസസ് കാണിക്കുന്നുണ്ട്. പുള്ളി യൂസ് ചെയ്തേക്കുന്നത് ഡിസൈന്, കോമിക് ബുക്സ്, ആർക്കിടെക്ചർ, കുറെ നോൺ ഫിക്ഷൻ എല്ലാം ഉണ്ടല്ലോ. ഈ ഒരു ചോയ്സ് ടെക്നീഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് ഡീറ്റെയിൽ ലെവൽ ഡിസൈൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് ആരെങ്കിലും സിനിമ ഇഷ്ടമുള്ള ആൾക്കാർക്കും അവസാനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ ഒക്കെ ഉള്ളൊരു സാധനം കൊടുക്കാറുണ്ട്. പേഴ്സണലി എനിക്കും തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ, ഒരു സിനിമ അറിയപ്പെടേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതിൻ്റെ ഡയറക്ടർ. ഒരു സിനിമയ്ക്കും ഇൻഡസ്ട്രിക്കും വ്യൂവറിനും കാണുന്ന ആൾക്കും ഇവൻച്വലി നല്ലത് സ്ട്രോങ് റൈറ്റേഴ്സ്, സ്ട്രോങ് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ സിനിമ അറിയപ്പെടുന്നതും സിനിമ വരുന്നതും അങ്ങനത്തെ സിനിമകൾ വരുന്നതുമാണെന്ന്. അത് ഒരു പുതിയ കാര്യമല്ല, അതാണ് അതിൻ്റെ വസ്തുത. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വ്യൂവറിനും അതാണ് നല്ലൊരു സിനിമ കാണാം. അതുപോലെ തന്നെ നല്ല ടെക്നീഷ്യൻസ്. മറിച്ച് നമുക്ക് സ്റ്റാർ അല്ല, പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്റ്റാർ അല്ല, മറിച്ചൊരു നല്ല ആക്ടറാണ്. നല്ല ഫിനെസ്സുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ആ സ്റ്റാറിൻ്റെ ഓരയൊക്കെ മാറ്റി വെക്കുന്ന, ഐ മീൻ സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന് എന്തും ആവാം, പക്ഷെ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും അതെല്ലാം മാറ്റി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറിനെയാണ് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഈ IFFK ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല, ഇപ്പം ആട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇതും അങ്ങനെ ഇപ്പം നമുക്ക് ഈ ഫെസ്റ്റിവൽസിൽ പോവുകയും അവാർഡ്സൊക്കെ വന്നില്ലെങ്കിൽ അതൊരു സാധാരണ ഒരു സിനിമയായിട്ട് വന്നേനെ. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം, ഇപ്പം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവാർഡ് പടമാണ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, വിച്ച് ഇറ്റ് ഇസ് നോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ അവാർഡ് പടം എന്ന് ആൾക്കാർ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം സ്ലോ പേസ്ഡ് പോകും. എനിക്കത് എന്നാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത് എല്ലാ സിനിമയും 2 മണിക്കൂർ 2.5 മണിക്കൂർ. അപ്പോൾ ഈ ഷോർട്ടിൻ്റെ ലെങ്ത് ആണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്, സ്ലോ ആയിട്ട് കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എസെൻഷ്യലി ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ പടം അതുമല്ല. നമ്മുടെ പടം വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന, ഈവൻ ഇൻ ടേംസ് ഓഫ് കട്ട്സ് അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അപ്പം ഞാനും പിന്നെ ഇപ്പം അതാണ് സ്ട്രഗിൾ ചെയ്തത്. എങ്ങനെയാണ് ആട്ടം ഒരു ക്രൈം ഡ്രാമയാണ്, ഒരു സ്ട്രോങ് കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് എത്തിക്കാം എന്നുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാനും ഒക്കെയാണ് ഇപ്പോഴത്തെ സ്ട്രഗിൾ. അത് ശരിക്കും ഒരു ത്രില്ലർ ആണല്ലോ അത്. ഈ ഇപ്പോൾ ത്രില്ലർ തന്നെ എപ്പോഴും മേർഡർ ഒന്നും നടക്കണമെന്നില്ല. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ അല്ല, പണ്ട് ഞാൻ പറഞ്ഞ പോലെ സിഡ്നി ലോപ്പറ്റിൻ്റെ സിനിമകളുടെ ക്വാളിറ്റി നിങ്ങളെ ഇതിലുണ്ട്. അത് ഫുൾ ത്രില്ലിംഗ് ആണല്ലോ കോൺവെർസേഷൻസ്. കാരണം ഇത്രയും കോൺവെർസേഷൻസ് വെച്ചിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താന്ന് പറയുന്നത് അതൊരു
ആ നിങ്ങൾ ആ ഒരു ഡിസ്കസ് ചെയ്യാം. വിനയാണ് ഈ ഐഡിയ ആട്ടത്തിൻ്റെ തുടങ്ങിയിട്ടെന്ന് പറയും ആ ഒരു സംഭവം. അതൊരു ഭയങ്കര വലിയ എനിക്കൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം ഈ ഇത്രയും ഹിഡൻ ആയിട്ടുള്ള ടാലൻസ് പല വർക്കിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ള എക്സ്പോഷർ കൊടുക്കുക എന്നുള്ള ഒരു ഇത് വെച്ച് തുടങ്ങുന്നതാണ്. അപ്പം അത് വിനയ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം അത് ആ ഒരു ഇത് അറ്റംപ്റ്റ് നടക്കില്ലായിരുന്നു. ഞാൻ ഇല്ലായിരുന്നെങ്കിലും ആനന്ദ് പടം ചെയ്യുമായിരുന്നു ഡെഫിനറ്റ്ലി. ആനന്ദ് അങ്ങനെ ഒരു പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ അല്ല, ആ പ്രൊജക്ട് നടക്കില്ലായിരിക്കും. ആനന്ദ് ഈ പറയുന്ന പോലെ നമ്മളൊക്കെ അറൌണ്ട് 20 years ആയിട്ടുള്ള ബന്ധമുള്ള ഒരു ഗ്രൂപ്പിലെ ആളുകളാണ്. ഞങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തിയേറ്ററിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി ലോകധർമ്മി എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഫോട്ടോ ചെയ്യുന്ന ഈ തിയേറ്റർ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴാണ് എനിക്ക് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കലാപാരമ്പര്യം എന്താണ്, നമ്മുടെ ലിറ്ററേച്ചർ എന്താണ്, ഇത് ഫുൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റേജിൽ പ്രോപ്പറായിട്ട് നിൽക്കണം, ഇത് ഫുൾ പരിപാടി പഠിപ്പിച്ചു തന്നെ തിയേറ്റർ ഗ്രൂപ്പിലാണ്. ആ തിയേറ്റർ ഗ്രൂപ്പിൽ ജൂനിയർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആനന്ദ്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ആ ടൈമിനൊരു കർണഭാരം എന്ന് പറഞ്ഞ നാടകം കളിച്ചു. അപ്പോൾ കർണഭാരം അപ്പോൾ ഈ പ്ലേ ആയിട്ട് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈഫ് ഇപ്പം ഞാൻ ലോകത്ത് പല സ്ഥലങ്ങളിൽ പോയി, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ആ ടൈമിന് ഞങ്ങൾ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യുമായിരുന്നു, ഡൽഹിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫുൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതേപോലൊരു ജേണി നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്ര മനസ്സിനോട് അടുത്തുള്ള സുഹൃത്തുക്കളും ഇപ്പോൾ സിനിമയിൽ വന്ന് 15 വർഷമായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പം നമ്മളുടെ കൂടെയുള്ള ഇപ്പോൾ ആട്ടത്തിൽ മേജർ റോൾ ചെയ്തതിന് 11 പേര്, ഇപ്പോൾ ഈ 11 പേരും ഭയങ്കര ടാലൻ്റുള്ള ആക്ടേഴ്സാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഈ ഒരു പരിപാടി ആയതുകൊണ്ടിട്ട് ഇപ്പം ഞാനും വർക്ക് ചെയ്യുന്ന കുറച്ച്, ഇപ്പോൾ ഞാൻ വലിയ ജോച്ചേനെ പോലെ മഹേശ്വരനെ പോലെയുള്ള ആളുകളുടെ സിനിമയിൽ ഞാൻ മേജർ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള നല്ലൊരു ആക്ടറിൻ്റെ റോൾ കൊടുക്കാൻ പറയാനുള്ള ഒരു സ്പേസ് അല്ല. ഞാൻ ഡെഫിനറ്റ്ലി ഞാനൊരു ഡയറക്ടറിൻ്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആളുമല്ല. അപ്പോൾ ഞാൻ 15 വർഷം, ഞാൻ 10-65 സിനിമ ചെയ്തിട്ടും നമ്മളിൽപ്പെട്ട ആളുകൾ ഇവരാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവുകയും അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്. അതായത് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സേവ് വന്നു. ഇപ്പോൾ ഞാൻ മേജർ റോൾ ചെയ്യുന്ന സിനിമകൾ, ഞാനിപ്പോൾ വർഷത്തിൽ 8 സിനിമയിൽ മെജോറിറ്റി സിനിമകൾ ഞാൻ മേജർ റോളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള വലിയ ഫിലിം മേക്കേഴ്സ് നമ്മളെ വെച്ച് പടം ചെയ്തു തുടങ്ങുന്ന ഒരു സേയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കോൺവെർസേഷനിൽ പറഞ്ഞാണ്, അതായത് ഞങ്ങളുടെ ഇത്ര നാളത്തെ ഞങ്ങളുടെ ആർട്ടിനെ, ഞങ്ങളുടെ തിയേറ്ററിനെ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരെ സംബന്ധിച്ച് ഇവർ സമൂഹത്തിൻ്റെ പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളുടെ മേജർ റോൾ ചെയ്ത ആളുകൾ പച്ചക്കറി വയ്ക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ടൈൽ പണി എടുക്കുന്ന ആളുകളുണ്ട്, ലോഡിങ് അൺലോഡിങ് തൊഴിലാളിയുണ്ട്. ഇവർക്കൊക്കെ ചെയ്യേണ്ടത് അത്യന്തികമായിട്ട് സിനിമയിൽ നല്ലൊരു വേഷമാണ്. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ നമ്മളിവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ ഈ ട്രിപ്പിൽ പോയപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ ആനന്ദ് ഇംതിയാസ് അലീനൊക്കെ അസിസ്റ്റ് ചെയ്ത തമാശ പോലെയുള്ള പടങ്ങളിൽ സ്ക്രീൻ റൈറ്റിങ്ങും അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ പുകഴ്ത്തി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പിന്നെ പറയാം. അപ്പോൾ അതല്ല, അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ വന്നു ഞാൻ ആനന്ദിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നമുക്ക് ഇവരുടെ ടാലൻറ്റിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കാം, നമുക്കും കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു തോട്ടിൽ നിന്ന് കോവിഡ് ടൈമിന് ആനന്ദ് ഡെവലപ്പ് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഇതിൻ്റെ 1 ലൈൻ അഴച്ചു തന്നപ്പോൾ തന്നെ ഞാൻ ഹുക്ഡ് ആയിരുന്നു. അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആയിരുന്നു. എന്നിട്ട് ആനന്ദിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ ഒരു 16 മിനിറ്റുള്ള പൈലറ്റ് ഷൂട്ട് ചെയ്തു. അതിനുള്ള പൈസ ഇവൻ റേസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ സൂമിൽ ഞങ്ങൾ ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സും ലോക്ക്ഡൗൺ ടൈമിന് ഡെയിലി റിഹേഴ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ പൈലറ്റ് ഉണ്ടാക്കി. ഈ പൈലറ്റ് ഉണ്ടാക്കിയത് കൊണ്ടിട്ട് എന്നെ വേറൊരു സിനിമയിൽ കാസ്റ്റ് ചെയ്തു. ഞാൻ ലീഡ് റോൾ. ആ സിനിമ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ പിന്നെ പടം ഓണായിട്ടോ ഇന്നമാരൊരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പിച്ച് ചെയ്തു ഇതേപോലെ ഒരു ഐഡിയ. ആ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം. നമ്മളൊക്കെ സെക്കൻഡറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രദീപ് മേനോൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വരൂ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. പുള്ളി പൈലറ്റ് കണ്ടു, ഇവനിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, 20ാമത്തെ മിനിറ്റ് പ്രൊജക്റ്റ് ഓണായി. അപ്പം അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആനന്ദ് ബേസിക്കലി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 35 to 40 days റിഹേഴ്സ് ചെയ്യണം, നമുക്ക് മൾട്ടിക്യാം വേണം, സിങ് സൗണ്ട് വേണം. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുണ്ട്, ഈ ജോണറിലുള്ള ഫിലിംസ് കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഫിലിം മേക്കേഴ്സ്, നമ്മൾ പറയുന്ന റെഫറൻസ് മൂവീസ് ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇൻഫോംഡ് പ്രൊഡ്യൂസർ വരുമ്പോഴത്തേക്കും
ആൻഡ് ആ ഒരു എലമെന്റ് ഓഫ് റിസ്ക് ഒരു പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിലാണ് അത് ഇൻട്രസ്റ്റിംഗ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എപ്പോഴും. അതായത് ഒരു ഷോട്ട് ഇതങ്ങ് കയറി കത്തും എന്ന് ഇല്ലാത്ത, അതിനൊരു എലമെന്റ് ഓഫ് റിസ്ക്, എസ്തെറ്റിക്കലി അതിന് വാല്യൂ ഉണ്ട്, അതിനൊരു കൊമേഴ്ഷ്യൽ സക്സസിന്റെ സാധ്യതയുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്, ഒരു എസ്തെറ്റിക്സിന്റെയും ഒരു കമേഴ്ഷ്യൽ ഒരു ആളുകളിലേക്ക് എത്തുന്ന ഒരു സ്പേസിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. നമ്മളത് പാക്കേജിങ്ങിലാണ് അത് ഇരിക്കുന്നത്, നമ്മളത് എഴുത്ത് മുതൽ ശ്രദ്ധിക്കണം. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ബാക്ക് ചെയ്താൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം. ഓഫ് കോഴ്സ് ഈ ഇവൻച്വൽ മാർക്കറ്റിംഗ് സ്റ്റണ്ടുകളും ചലഞ്ചസും ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് ഈ ബാനർ തന്നെയാണെന്ന് തോന്നുന്നു ഈ അതെനിക്കൊന്ന് ഭയങ്കര അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എൻകറേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാമിലി അല്ല, കാതൽ എന്ന് പറഞ്ഞ സിനിമ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ വരുന്നത് നമുക്ക് ഭയങ്കര ഒരു നല്ല ഇതാണ് ആക്ച്വലി. പിന്നെ ഇത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അവാർഡ് പടമല്ല എന്നുള്ള വിനയുടെ ടീഷർട്ടൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഐഡിയ ഫോം ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു കാഴ്ചക്കാരൻ്റെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യില്ല. ഇതിന് ഈ പേസ് ഉണ്ടാവണം, ഇത് ഇൻറ്റൻസ് ആയിരിക്കണം, ഇത് തിയേറ്ററിൽ വന്നിട്ട് സാധാരണ ആളുകൾ കാണുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകണം. ഇതൊരു കൺവെൻഷണൽ സിനിമയല്ല, പക്ഷെ ഇത് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് ഡ്രാമയാണ്. ഇതിനിപ്പോൾ ലോസ് ഏഞ്ചൽസിൽ അവാർഡ് കിട്ടി, മറ്റേ ഇഫിയിലെ ഇന്ത്യൻ പനോരമയിലെ ഓപ്പണിംഗ് സിനിമയായിരുന്നു, IFFK അവാർഡ് കിട്ടി എന്നുള്ളതുകൊണ്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇതിപ്പോ തിയേറ്ററിക്കൽ ഇപ്പൊ നമ്മൾ ഈ എടുത്ത പണി മുഴുവൻ ഫ്രൂട്ട്ഫുൾ ആകും. ഡെഫിനറ്റ്ലി ഇങ്ങനൊരു സിനിമ നമുക്ക് എല്ലാവർക്കും ചെറിയ സിനിമ ഉണ്ടാക്കി. ഇനി ഇതിന്റെ ഒരു പൂർണ്ണത വരുന്നത് നമ്മൾ ഈ ലോഞ്ച് ചെയ്യുന്ന 11 പേർക്ക് ഇവരുടെ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ഇവർക്ക് അഭിനയിച്ചൊരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത വരുന്നതെന്നാണ് നമ്മള്. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ ആളുകൾ ഒന്ന് കാണുക. ഈ ആട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അതാണ്, ഇത് ശരിക്കും ഒരു പേരിന് വേണ്ടി എടുത്തു വെച്ചതായിട്ട് തോന്നാത്തൊരു പ്രോജക്റ്റ്. കാരണം ഇതിൽ ഒരുപാട് ലെയറിങ്ങും ഈ സൈക്കോളജിക്കൽ ആനന്ദിന് സൈക്കോളജി അത് സ്ക്രിപ്റ്റിങ്ങിലും നല്ലപോലെ കാണുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കാരണം പടം അവസാനിക്കുന്നത് അങ്ങനെയാണ് ഭയങ്കര ആംബിഗസ് ആയിട്ടുള്ളൊരു ഇത്. ഇത്തരം ടേമൊക്കെ നമ്മൾ ബാക്ക് ഫയർ ചെയ്യുന്ന തോന്നുന്നു. ഒരു 5-8 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു നിങ്ങളിപ്പോ. വേണ്ട, എന്നോട് IFFK കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് ചർച്ച ചെയ്യുമ്പോൾ അവരിങ്ങനെ ഓരോ പേര് പറയും. അതായത് ഇങ്ങനെ ഈ പക്ഷ സിനിമ അല്ലെങ്കിൽ, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം അതാണ്, 500 പേര് പടം കണ്ട് 500 പേർക്കും വർക്കായി. അതാണ് നമ്മുടെ കമേഴ്ഷ്യൽ സിനിമയുള്ള ഹോപ്പ്. ഞങ്ങൾ ഇഫ്ലയിലൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇവന്റെ കൂടെ ട്രാവൽ ചെയ്ത് മാമി പോയി, ഇഫി പോയി. അപ്പൊ ഈ 80% ആളുകളും നോൺ മലയാളീസാ. അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ആളുകൾ കഴിഞ്ഞ് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പടത്തിന്റെ ആക്ച്വൽ സ്ക്രീനിങ് നടന്ന എവിടെയാണെന്നറിയോ? IFFKയിൽ 100% മലയാളികൾ കണ്ടപ്പോൾ. കാര്യം നമ്മളുടെ ഭാഷയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സിനിമ തുടങ്ങിയത് മുതൽ ലാഫ്റ്റേഴ്സ് ഉണ്ടായി, ഒരുപാട് കയ്യടികൾ ഉണ്ടായി. അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ കാണുമ്പോഴാണ് ഇതിന്റെ കംപ്ലീറ്റ് എസെൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ ഇപ്പോൾ അഹമ്മദ് സിനിമയുടെ തുടക്കം മുതലുള്ള ആളാ. അഹമ്മദ് ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ ഇതിന് ശേഷം മഹേഷ് നാരായണനെ കാണിച്ചു, കുറച്ച് ആളുകൾക്ക് അഴിച്ചു കൊടുത്തു, അവർക്ക് സമയം ഉണ്ടായില്ല. ലൈക്ക് എല്ലാ ആളുകളും അവരവരുടെ പ്രൊജക്റ്റുകളെ. മഹേഷ് ചേട്ടൻ ഇന്ന് അഴിച്ചു കൊടുത്തു, പുള്ളി നാളെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് എൻറ്റയർ ആക്ടേഴ്സിന്റെ നമ്പർ എടുത്തു, ഇവന്റെ നമ്പർ എടുത്തു, എല്ലാവരെയും പേഴ്സണലി വിളിച്ചു. അപ്പൊ IFFK ആണ് നമുക്കൊരു കമേഴ്ഷ്യൽ സ്പേസ് തന്നു. അപ്പം ഞങ്ങൾ IFFK ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാം കോൺഫിഡൻ്റ് ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ആളുകൾ ചിരിക്കുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ ഈ പരിപാടി, 2 സൈഡൊക്കെ കൂടി ചില ആളുകൾ കൈയടിക്കുന്ന ഏരിയയിൽ മറ്റാളുകൾ കൈയടിക്കൂല. അങ്ങനെ ഒരു ഭയങ്കര പിന്നെ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷൻ ഉണ്ടായി. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം തീയതി തിയേറ്ററിൽ വരുന്നു. അപ്പോൾ ഇത് തിയേറ്ററിലും ഈ ഒരു തരത്തിൽ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഉണ്ടായത് IFFK അല്ല. അതിന് മുമ്പ് ചെറിയ ഡൗട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിലുള്ള ക്രൂവിലെ ഒരാള് നമ്മളുടെ സുഹൃത്താണ്. അപ്പൊ അവൻ പറയാ ഞാനിപ്പോ ഇവിടെ സ്റ്റാറാണ്. ലൈക്ക് എല്ലാരും ആട്ടത്തിന്റെ ക്രൂവിലുണ്ടായിരുന്ന ലൈക്ക് അസോസിയേറ്റ് ക്യാമറമാൻ വിപിൻ പറഞ്ഞ ആട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആട്ടത്തിലും ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര പ്രൈസ് ചെയ്യലും, ലൈക്ക് ആക്ടേഴ്സിനെ മാത്രമല്ല അതിന്റെ ബിഹൈൻഡ് ദ ക്യാമറ ക്രൂവിനെ വരെ അവിടെ സ്റ്റാർസ് ആയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഈ ഒരു ബസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എൻറ്റയർ കേരളയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ കോമൺ മാനിലൊക്കെ എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഞാൻ ആരെ വിളിച്ചു കഴിഞ്ഞാലും അപ്പൊ എന്നെ ആദ്യമായിട്ട് ആട്ടം എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് സംസാരിക്കുന്നത്. ഈ സാധാരണക്കാരെ ഇപ്പൊ നിങ്ങളുടെ സിനിമ സക്സസ്ഫുൾ ആകുന്നത്
നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷക്കാരും അല്ലെങ്കിൽ പെയിന്റ് അടിക്കുന്ന ആളുകളും കോമൺ മാൻ സിനിമ കാണുമ്പോഴാണ് ആ ഒരു ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതെ, ഈ ആട്ടം ഫാമിലി പിന്നെ അതുപോലെ ഈ ആവാസ വ്യൂഹത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണത് സെല് ചെയ്യുന്നത്. കാരണം എനിക്കൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്ന കണ്ടന്റ് സ്ട്രോങ് ആക്കുക. കണ്ടന്റ് ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, അത് ഒരു ഇതായി മാറിയിരിക്കും. അതെ, സ്ക്രിപ്റ്റ് സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിലിപ്പോൾ ആര് ആക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു, പിന്നെ ബാക്കി ഡിപ്പെൻസ് ഓൺ എങ്ങനെ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പോൾ ആക്ടേഴ്സ് നന്നായിട്ട് അഭിനയിക്കണമെന്ന് തോന്നുന്നു. ആക്ടേഴ്സ് അതെ അതെ ആക്ടേഴ്സിന് അഭിനയിക്കണം, സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയിരിക്കണം. ഞാൻ അല്ല, ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഞാൻ ആലോചിച്ചു, ഞാൻ ഇതിലിരിക്കേണ്ട കാര്യം ഉണ്ടായില്ല എന്ന് അല്ല, സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആക്ടേഴ്സ് സീരിയസ്ലി. അതെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആവാസം എടുത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണല്ലോ അത്. ആദ്യം സ്ക്രിപ്റ്റിന്റെ ഇതും പിന്നെ അവസരം അതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ട്രോങ് ആണെന്നും നമുക്ക് ഐഡിയ ഒന്നും ഇല്ല. ലൈക്ക് അവസരം ചെയ്യുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ അവാർഡൊക്കെ കിട്ടുമ്പോഴും ഇതിന് സ്ക്രീൻ പ്ലേക്ക് അവാർഡ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസാണ്. സ്ക്രീൻ പ്ലേക്കൊന്നും നമ്മുടെ സ്ക്രീൻ പ്ലേ ഒന്നും ഓർക്കുന്ന പോലും ഇല്ല ആവാസത്തിന്. നമ്മളത് എങ്ങനെ ഇതിൻ്റെ അറ്റം മുട്ടിക്കും, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ആവാസത്തിന് എൻ്റെ മെയിൻ അജണ്ട വാസ് സെയിൽസ്. എൻ്റെ മെയിൻ അജണ്ട വാസ് നോട്ട് അവാർഡ്സ്. കാരണം ഞാൻ ആദ്യം ചെയ്ത ഫിലിം സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ ഡിസൈൻ സൈക്കിൾ എൻഡ്സ് വെൻ ഐ സെൽ ഇറ്റ്. അപ്പോൾ ഈ സൈക്കിൾ എൻ്റെ ആണ് എനിക്ക്. അപ്പം അതുകൊണ്ട് വൈൽ ഐ വാസ് മേക്കിംഗ് ആവാസം തന്നെ ഞാൻ സോണിയായിട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് കെപ്റ്റ് ഓൺ മെസ്സേജിങ് സോണി. ആൻഡ് ഫൈനലി അവസാനം അവാർഡിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും അവർ ബൈ ചെയ്തു. അപ്പോൾ ഐ കെപ്റ്റ് ഓൺ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പല ഇൻഫ്ലുവൻസുകൾ യൂസ് ചെയ്തൊക്കെ പറയുന്നത്. കാരണം ഇത് സ്ക്രിപ്റ്റും ഒന്നും അല്ലെന്നേ, ഇത് സാധാരണ ആൾക്കാർ കണ്ടിട്ട് ദേ ഷുഡ് സേ ബാഡ് തിങ്സ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് ദേ ആർ പേയിങ് ഫോർ മൈ ഫിലിം. ഈ ഭയങ്കര ഓക്കെയാണ്. ദേ സേ ഗുഡ് തിങ്സ്, ദേ ആർ പേയിങ് ഫോർ മൈ ഫിലിം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എവിടെയോ ഒരു കള്ളത്തരം വരുന്നുണ്ട്. ആരുടെയോ പൈസ നമ്മളെടുത്തിട്ട് നമ്മളൊരു എന്തോ ഒരു ഉടായ്പ ഇതിൻ്റെ അകത്തുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി കലയാകുമ്പോഴത്തേക്ക് അതെ അല്ലേ അത് പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേക്കും എക്സ്പ്രഷനാണ്, ആബ്സ്ട്രാക്ഷനാണ്, എല്ലാം തന്നെയാണ്. പക്ഷേ സംവെയർ സംബഡി ഈസ് ലൂസിങ് മണി ഓർ യു ആർ യൂസിങ് അവരുടെ എന്തോ ഒരു ക്യാപിറ്റലിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്ലഷറിന് നമ്മൾ എന്ന് വെച്ചാൽ സിനിമയുടെ പ്ലഷർ ചിലപ്പോൾ അത് ഫേമസ് ആയിരിക്കും, ചിലപ്പോൾ അവാർഡായിരിക്കും, എന്തെങ്കിലുമൊക്കെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതല്ല ഇതിൻ്റെ ഇത്. ഐ ഷുഡ് സെൽ ദിസ്, ഐ ഷുഡ് കംപ്ലീറ്റ് ദിസ് സൈക്കിൾ. അപ്പോൾ ഇതായിരുന്നു ആവാസത്തിൻ്റെ മെയിൻ എയിം. അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്ക്രീൻ പ്ലേ നല്ലതാണോ ചീത്തയാണോ അങ്ങനെയൊന്നും അല്ലാതെ ഭയങ്കര 100% ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം സ്ക്രീൻ പ്ലേ നല്ലതാണെന്നൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാർ സ്ക്രീൻ പ്ലേ മികച്ചതായിരുന്നു, എന്ത് സ്ക്രീൻ പ്ലേ മികച്ചത്, അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും സ്ക്രീൻ പ്ലേ മികച്ചത്? കാരണം ഐ മേ നോട്ട് ഷൂട്ട് മൈ സ്ക്രീൻ പ്ലേ സംടൈംസ്. ചിലപ്പോൾ ആ സ്ക്രീൻ പ്ലേയിൽ പറഞ്ഞേക്കുന്നത് അവർ രണ്ടുപേരും തമ്മിൽ നോക്കി നിന്നു എന്ന് പറയുന്നത്. ഞാൻ ഈ നോക്കി നിൽക്കുന്നത് 300 mm വിട്ട് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു രസമായിട്ട് ചെയ്യും. എന്നുവെച്ചാൽ ഐ ക്രിയേറ്റ് ദാറ്റ് മൊമെൻറ്റ് വിത്ത് മൈ എന്തോ ക്ലാരിറ്റി ഓർ സംതിങ് അബൌട്ട് ഡയറക്ഷനാണ്. അപ്പോൾ സ്ക്രീൻ പ്ലേ നല്ലതോ ചീത്തയെന്നൊക്കെ പറയാനൊക്കെ എനിക്കറിയത്തില്ല. അത് സ്ക്രീൻ പ്ലേയും വായിച്ചിട്ട് സിനിമ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും. അല്ല സംബഡി ഹൂ സെയിങ് സ്ക്രീൻ പ്ലേ നല്ലതെന്ന് പറയുന്നത് എനിക്കത് അല്ലെങ്കിൽ അത്ര എക്സ്പേർട്ട് ആയിരിക്കണം കേട്ടോ. സ്ക്രീൻ പ്ലേ നല്ലതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ്, സെക്കൻഡ് പ്ലോട്ട് പോയിന്റ് എന്ന് കിട്ടും. അപ്പോൾ പ്ലോട്ട് പോയിന്റ് വെച്ച് ഒരാൾ സ്ക്രീൻ പ്ലേ വാലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ സ്ക്രീൻ പ്ലേയുടെ നോളജ് സിറ്റ്ഫീൽഡിൻ്റെ ബുക്ക് മാത്രമേ ഉള്ളൂ. അയാൾക്ക് വേറെ ഒന്നും അറിയത്തില്ല. അയാൾക്ക് ആബ്സ്ട്രാക്ട് സിനിമയെക്കുറിച്ച് അറിയത്തില്ല, അയാൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലാന്തമോസ് എടുക്കുന്ന സിനിമയെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ സ്ക്രീൻ പ്ലേ നല്ലതാവണമെന്ന് നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. സ്ക്രീൻ പ്ലേ നല്ലതാവണം. ലൈക്ക് വായിക്കുമ്പോഴത്തേക്കും കുറേ പേര് ചിരിച്ചു കഴിഞ്ഞാൽ ഇത് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ജഡ്ജ്മെൻറ്റ്. കുറേ പേര് ചിരിക്കുന്നത്, അപ്പോൾ ചിരി എന്തായാലും വിറ്റു. ലൈക്ക് ഹ്യൂമർ വിൽ വർക്ക്. പിന്നെ ഒരു അബ്സ്ട്രാക്ഷൻ ഉണ്ട്, അത് ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയത്തില്ല. അബ്സ്ട്രാക്ഷൻ ഞാൻ പറയത്തില്ല പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയ്യോ ഇത് ആർട്ട് പടമായി പോയല്ലോ എന്ന് പറയും. അപ്പോൾ ആബ്സ്ട്രാക്ഷൻ പുരുഷപ്രായത്തിൽ ഈ റീഡിഗ് ചെയ്തെടുക്കുന്ന സീനുണ്ട്. 2ാം ഡിഗ് ചെയ്ത് ദർശന റെഡ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടേക്കുന്നത്, അതാണ് എനിക്ക് പുരുഷപ്രായത്തിൻ്റെ ഏറ്റവും കിക്ക്. അത് അങ്ങനെയാണെന്നൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോകും എന്ന് വെച്ചാൽ. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ചിരി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ സ്ക്രീൻ പ്ലേ ബേസിസ് ഒന്നും അല്ല. നല്ല ആക്ടേഴ്സ് വന്നു കഴിഞ്ഞാലേ ബോർ സാധനം എഴുതി വെച്ചാൽ അവരത് എടുത്തിട്ട് അതിനെ വർക്ക് ചെയ്ത് ചിലപ്പോൾ രസമാക്കും, ബിലീവബിളാക്കും. അപ്പോൾ ഈ നാടകീയ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഡയറക്ടേഴ്സ് അത് തന്നെ പറയണമെന്ന് പറയുമ്പോഴാണ് ഈ നല്ല ആക്ടേഴ്സ് വന്നിട്ട് കുളമാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് സ്ക്രീൻ പ്ലേ ബേസിസ് ആണെന്നൊക്കെ നമുക്ക് ഫിലിം സ്കൂളിലും ഫിലിം ക്രിട്ടിക്സൊക്കെ പറയാം. പക്ഷേ ഐ തിങ്ക് ബേസിക്കലി ദിസ് ഹോൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, ആ മൊമെൻറ്റിലുള്ള ഇത് നമ്മൾ ഓപ്പൺ ടു ഡിസ്കഷൻ,
ആക്ടറിൻ്റെ സ്പോണ്ടേനിറ്റി, ആക്ടർ ബിലീവ് ചെയ്യുന്നത്, അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആക്ടർ തോന്നുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, ഞാൻ കയ്യിൽ ഈ സാധനം എടുത്ത് ഇങ്ങനെ വെച്ചോട്ടെ എന്ന് വെച്ചാൽ സംടൈംസ് ഇറ്റ് ബിക്കംസ് വെരി ഭയങ്കര ആക്റ്റീവ് ആവും. അപ്പം എനിക്ക് സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് ഇത് കൊള്ളാം, ഇത് ഹിറ്റ് അങ്ങനെ പറയാൻ എനിക്ക്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, കാരണം ഷേപ്പ് ചെയ്യുന്ന ഒരു പടം ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗ് ഇസ് എനിക്ക് തോന്നുന്നു 70% എഡിറ്റിങ്ങിൽ സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലേ, രണ്ടുപേരും സ്ലോയിൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കുറേ ഷോട്ട് എടുത്തു, ഇതിൻ്റെ അടിയിൽ ഒരു മ്യൂസിക് ഇട്ട് സ്ലോ മോഷൻ ആക്കുമ്പോഴത്തേക്ക് ഇറ്റ് വർക്ക്സ്. അപ്പോൾ എഡിറ്റിംഗ് ഈസ് എ മാജിക്, അത് ഭയങ്കര മാജിക്കലാണ്. എഡിറ്റിംഗ് വെച്ച് മാത്രം രക്ഷപ്പെട്ട സിനിമകൾ ഉണ്ട്. ബീയിങ് സൈറസ് എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ എഡിറ്റിംഗ് വെച്ച് മാത്രം രക്ഷപ്പെട്ട സിനിമകളാണ്. എഡിറ്റിംഗ് മാജിക് തന്നെയാണ്. എത്ര ബാഡ് സിനിമ, പക്ഷേ ബാഡ് ആക്ടിങ്ങിന് എഡിറ്റിംഗ് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര അപ്പുറത്തെ ആളുടെ ഷോൾഡർ വെച്ചാലും എവിടെയെങ്കിലും ഇയാളുടെ മുഖം കാണിക്കേണ്ടി വരും. പിന്നെ നല്ലൊരു പ്രീ പ്രൊഡക്ഷൻ ഇതും ഇപ്പം ഫാമിലിയുടെ കാര്യം ഡോൺ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളൊരു കൊളാബറേഷനും പിന്നെ ഭയങ്കര പ്രോപ്പർ പ്ലാനിങ് ആയിരുന്നു. ഷൂട്ട് ഡേയ്സ് ഒന്നും അങ്ങനെ ഇതായിട്ട് പോയിട്ടില്ല. 16 ദിവസത്തിലൊക്കെ ഞാൻ 16 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ. പിന്നെ ആട്ടം 25 ദിവസം ഷൂട്ട് ചെയ്തു. 25 ദിവസം. ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഡെഫിനറ്റ്ലി ഈ ഫിലിം മേക്കറിൻ്റെ ക്ലാരിറ്റിയാണ്. ഡോണിനെ സംബന്ധിച്ചായാലും ഡോൺ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പ് എനിക്ക് സ്ക്രീൻ പ്ലേ വന്നു. പിന്നെ അവിടെ ഒരു ഷോട്ട് ഈ പറയുന്ന പോലെ പലപ്പോഴും നമ്മളിപ്പോൾ പെടുന്ന ഒരു ഏരിയയാണ് അത്. ഈ ഡയറക്ടറിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു സീൻ്റെ എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ലീഡ് റോൾ ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിക്കുകയും ചെയ്യും. കാര്യം അറ്റ്ലീസ്റ്റ് എഡിറ്റിൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഈ ഇവൻ്റെ ആയാലും അല്ലെങ്കിൽ ഡോണിൻ്റെ ആയാലും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇപ്പോൾ മഹേഷിൻ്റെ അങ്ങനെ നല്ല ഫിലിം മേക്കേഴ്സിനൊക്കെ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടേക്കണേ അവർക്കറിയാം. അപ്പോൾ ആട്ടത്തിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ആട്ടം എക്സ്ട്രീംലി ഇൻറ്റൻസും നല്ല പേസുള്ള സിനിമയാണ്. പക്ഷെ അതിൽ നമ്മൾ അതിനെ ഈ പറയുന്ന പോലെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പല സീൻസും സിംഗിൾ ഷോട്ട്, മറ്റേ ഒരു ഷോട്ടിൽ ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും അതിൻ്റെ പേസിനൊന്നും തോന്നില്ല. ഇപ്പോൾ ഡോണ്ട പരിപാടി, ഡോണ്ട സിനിമ ഇപ്പോൾ കൃഷാന്ത് കണ്ട, ആനന്ദ് കണ്ട മെജോറിറ്റി സിംഗിൾ ഷോട്ടാ, അതും കൈൻഡ് ഓഫ് വൈറ്റ് ഷോട്ടാ. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ എൻ്റെ ഉപ്പാടിളകും ശരിക്കും. കാര്യം ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ക്യാരക്ടറാണ്. ഞാൻ പ്ലേ ചെയ്തിട്ടിൽ ഏറ്റവും കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രത്തെ ഈ വൈറ്റ് ഷോട്ടിൽ എങ്ങനെ ഇയാളുടെ ഒരു മാനസികാവസ്ഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. പക്ഷെ ഡോൺ എക്സ്ട്രീം ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഇത് മതി എന്ന് പറഞ്ഞാൽ മതി. അതെ അതെ അതെ, വേറെ ലെവൽ. 3-4 തവണ കണ്ടിട്ടുണ്ട്. കൊതിയാവും എല്ലാവരും കാണുമ്പോൾ. വി ഫീൽ ലൈക്ക് ഭയങ്കര കൊതിയാവും അങ്ങനത്തെ ഒരു സ്ട്രോങ് ഇത് കിട്ടാൻ. നിങ്ങളൊരു വൈറ്റ് ഷോട്ടിൽ മറ്റേ ഇവനുമായിട്ട് സംസാരിക്കുന്ന, അവൻ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന സീനൊക്കെ മാത്യു ആയിട്ട് എന്ത് രസം. അത് വി ഫീൽ വെരി അൺകംഫർട്ടബിൾ. അത് അതെ. പിന്നെ മറ്റേ സീന് പഠിപ്പിക്കുന്ന സീൻ, അത് നമ്മളൊന്നും കാണിക്കണ്ട. സാധാരണ ചിലർ പറയും വയലൻസ് എന്തെങ്കിലും കാണിക്കാം, പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ്. കാണിക്കാതെ ഒരു അത്രയും വയലന്റ് ആയിട്ടുള്ള സീനൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് കുറവാണ്. ഇമാജിനേഷനിലാണ് ഈ ഇത് നടക്കുന്നത്. മറ്റേ ഡോൺ ഈ കഥ വേറെ, അതായത് ഞാൻ ഈ സിനിമയിൽ മേജർ റോള് വേറെ 2-3 ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകളോട് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പരിപാടി, ഈ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത്. അപ്പോൾ ഈ 2-3 പേരും ഡോണിനോട് ചോദിച്ചിരുന്നു, അതായത് ഞാൻ ഈ സിനിമ ചെയ്യാൻ സമ്മതിച്ചോ, ഞാൻ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തോ എന്നുള്ള തരത്തില്ലേ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, എല്ലാവരും അപ്രോച്ച് ചെയ്യണമെന്നില്ല. ഇപ്പോൾ സിനിമ കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഇന്റർവ്യൂ ചെയ്ത ആളുകളൊക്കെ, നിങ്ങളെങ്ങനെ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായെന്നല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞ ഈ കമേഴ്ഷ്യൽ സീൻ ഉണ്ട്, വീട്ടിൽ അരി വാങ്ങണമെങ്കിൽ ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം പടത്തിൽ അഭിനയിക്കും മോസ്റ്റ് സക്സസ്ഫുൾ ഡയറക്ടേഴ്സ് ഇവിടെ വിടായിരിക്കുകയാണ്. ഞാൻ ആമദിന്റെ അടുത്ത ചോദ്യം ചോദിക്കാം. ആമദ് ഇങ്ങനെ ഇത്രയും നേരം വിടാതിരിക്കുക. എനിക്ക് പാവം തോന്നി, ഞാനിപ്പോ അത് ആമദ് ഇഗ്നോർഡ് ആയെന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ടാണ്. അല്ല, ഇതൊരു കാര്യം പറയുമ്പോഴേ, ഈ മെയിൻ സ്ട്രീമും ഇന്ത്യയും ഇപ്പം വിനയനോടും ആമദിനോടും കൂടി ചോദ്യം ചെയ്തത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആമദ് ജൂൺ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് എല്ലാം OTT ഇതിലാണ്. അപ്പം അപ്പൊ ഇതിന്റെ ഇങ്ങനെയുള്ള സിനിമയുടെ ഒരു അപ്പീൽ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ കുറെ പേര് ഈ പാൻ ഇന്ത്യൻ ഇതെന്ന് പറയുന്നത്, പക്ഷെ ശരിക്കും ഇന്ത്യയിലെ എന്താ പറയുക, അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് കണക്ട് ചെയ്യുന്ന തീംസ് ഉണ്ടായിരിക്കണം എന്നാണല്ലോ. നമ്മൾ ഈ പാൻ ഇന്ത്യ മാർക്കറ്റ് ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അഹമ്മദ് OTT-യിലേക്ക് ഇപ്പം മെയിൻ സ്ട്രീം ഇതിൽ വന്നു. ലൈറ്റ് ആയിട്ട് എടുത്ത എനിക്കൊന്ന് മിഥുൻ മേനോന് ശേഷം
ഡാർക്ക് ഇതിലായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് പോയ ഒരു ആള് മറ്റേ കേരള ക്രൈം ഫയൽസ്. ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് എല്ലാവരും OTTയുടെ വക്താവായിട്ടൊക്കെ ചോദിക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും തിയേറ്റർ പടം എടുക്കണം അങ്ങനത്തെ ഇതിൽ തന്നെയായിരുന്നു. കാരണം ജൂൺ കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അടുത്ത പടം തിയേറ്റർ തന്നെ നോക്കിയിരിക്കണം. ആ സമയത്താണ് കോവിഡ് വരുന്നത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതി ആലോചിച്ചാണ് മധുരം വരുന്നത്. മധുരം ചെയ്തപ്പോൾ അത് OTTയിലായിരുന്നു. പക്ഷേ നേരത്തെ ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല. എൻ്റെ മധുരം ഇറങ്ങുന്ന ദിവസം മിന്നൽ മുരളിയുടെ കൂടെയാണ്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക, അപ്പോൾ ആര് കാണാൻ മിന്നൽ മുരളിയുടെ കൂടെ എല്ലാവരും അതായിരിക്കുമല്ലോ കാണുന്നത് എന്നുള്ള രീതി. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ കൂടെയും നമ്മുടെ പടങ്ങൾ കാണുന്നുണ്ട്. പിന്നെ OTTയിലാണല്ലോ ആൾക്കാരത് കാണും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയും എന്തായാലും തിയേറ്റർ പടം ചെയ്യണം. അപ്പോൾ ഒരു കഥ എഴുതി അത് കുറേ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. പക്ഷേ ഇത് കുറേ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എനിക്ക് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യുന്നുമില്ല, അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. അത് നടന്നില്ല. അത് നടക്കാതിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ നല്ലതാണ്, കാരണം 2 ഫീൽ ഗുഡാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ജോണറൊന്ന് മാറ്റാം. അങ്ങനെ എനിക്ക് ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് അത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ജേണിയൊക്കെ. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ മൂവി കാണുമ്പോൾ ഇപ്പോൾ RDX, രോമാഞ്ചം, ഇവരുടെ JA എല്ലാം കാണുമ്പോൾ ഞാൻ ഇതെല്ലാം 1 or 2 കണ്ടതാണ്. രണ്ടാമത് കാണുന്നത് സ്ക്രീൻ നോക്കാനല്ല, ഈ ഓഡിയൻസിന് നോക്കാനാണ്. അപ്പോൾ ഞാൻ ആനന്ദേട്ടനോടൊക്കെ ഡിസ്കസ് ചെയ്യും. എനിക്കെന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എൻജോയ്, കാരണം ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ അസിസ്റ്റ് ഒന്നും ചെയ്യാതെ വന്നത്. അപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കയ്യടി, നമ്മുടെ ഭിത്തിയിലൊട്ടേക്കുന്ന പോസ്റ്റേഴ്സ് 25 ദിവസം 50 ദിവസം എന്നുള്ള പോസ്റ്റർ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഇങ്ങോട്ട് വരാനുള്ള ഇത്. അപ്പം അങ്ങനെ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പം ഈ തിയേറ്ററിൽ ഈ ഇതുപോലത്തെ പടങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യണം. പക്ഷേ അത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ എല്ലാവരും RDXൻ്റെ പോലത്തെ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അങ്ങനത്തെ നേരത്തെ പറഞ്ഞില്ലേ ഏത് ജോണർ ഇവിടെ എല്ലാവരും കൺഫ്യൂസ്ഡാണ്. ഇപ്പം മിനിങ്ങാന്ന് ഇവിടുത്തെ ഒരു ഭയങ്കര ഹിറ്റ് ഫിലിം മേക്കറുമായിട്ടൊന്ന് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്ന ഒരു പടം ഓണാക്കിയിട്ട് പുള്ളി അത് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമെന്ന്. ഞാൻ പേര് പറയുന്നില്ല, ഞെട്ടിപ്പോവും. അങ്ങനത്തെ ആൾക്കാർ വരെ ഉണ്ട്. കാരണം എന്താണ് ഇവിടെ വർക്ക് ആകുന്നതെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ച അങ്ങനെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാതെ നേരത്തെ പടം ചെയ്ത പോലെ തന്നെ നമ്മളൊരു കഥ എടുക്കുന്നു, അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ കൃഷ്ണേട്ടൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കോവിഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ജോണറാണ്, ഇപ്പോൾ ലവ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ആ തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് കൊടുത്താൽ ആൾക്കാർ എന്തായാലും വരുമെന്ന്. ഇപ്പോൾ ഫാൽമി അങ്ങനെയല്ലേ, ഇതെല്ലാം എക്സാമ്പിൾസാണ്. ഉറപ്പായിട്ടും ഏത് ജോണും ഇപ്പം RDX ഇറങ്ങിയ ദിവസത്തെ കിങ് ഓഫ് കൊത്തയും ബോസും എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർസിൻ്റെ മൂവി ഉണ്ടായിരുന്നു. എന്നിട്ട് ഹിറ്റായത് ഇപ്പോൾ RDXലെ 3 ആർട്ടിസ്റ്റിന് അത്ര എല്ലാവരും പറയുന്ന ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷേ ഹിറ്റ് അടിച്ചത് അവരാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രോമാഞ്ചം ഇറങ്ങിയ സമയത്ത് എന്താ, അപ്പോൾ അതും അങ്ങനെ തന്നെ. ജാനമനാണ് ഞാൻ ഓർക്കുന്നത് കോവിഡ് സമയത്ത് 50%. ഞാൻ അതിൻ്റെ പ്രിവ്യൂവിനും പോയത്. പ്രിവ്യൂവിന് വന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ആ പ്രിവ്യൂ തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം കുറേ പേര് അപ്പോഴാണ് കാണുന്നത്, കോവിഡ് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഈ രീതിയിൽ. ഇപ്പോൾ വെബ് സീരീസ് ഞാൻ നോക്കുന്നത് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഫീൽ ഗുഡ് എന്നുള്ള സാധനം മാറി. പിന്നെ സീസൺ 1 അത്യാവശ്യം നന്നായിട്ട് പോയതുകൊണ്ട് സീസൺ 2ൻ്റെ ഡിസ്കഷൻ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാമെന്നുള്ള രീതിയിൽ പാരലി മൂവിയുടെ പ്ലാൻ എന്തായാലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ അതിലോട്ട് കയറണം എന്നുള്ള രീതിയിൽ. മലയാളം ഈ OTT സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിപ്പം എന്തുകൊണ്ടാണ് ഈ വലിയ മെയിൻ സ്ട്രീം ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ ലിജോ ജോസ്, ശ്യാം പുഷ്കരൻ, അല്ലെങ്കിൽ ഗിരീഷ് പത്മ ഇവരെന്താണ് എടുക്കാത്തെന്നുള്ളൊരു. അപ്പം നിങ്ങളിത് ഇതിലേക്ക് ഡെബ്യൂ ചെയ്ത സമയത്ത് ഡാർക്കർ ടെറിട്ടറി ആണ്. അപ്പം ഈ OTT പ്ലാറ്റ്ഫോംസ് ജനറലി ഇപ്പം നോക്കുന്ന ഒരു ഇതെന്താണ്, അതായത് ഇപ്പം കേരള ക്രൈം ഫയൽസ് വരുമ്പോൾ എനിക്ക് തോന്നിയത് ഓഫ്കോഴ്സ് നമ്മളെ പുറത്തുനിന്നുള്ള ഡാർക്ക് സീരീസോ ത്രില്ലേഴ്സും വെച്ച് നോക്കുമ്പോൾ വയലൻസ് ഒക്കെ അത്യാവശ്യം കുറവാണ്. അപ്പോൾ ഇത് കൂടുതലൊരു ഫാമിലി ഓഡിയൻസിനെ ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു കൊച്ചു ഫാമിലി ഫ്രണ്ട്ലി ഇപ്പോൾ ത്രില്ലർ ആണെങ്കിലും ആ ഒരു രീതിയിൽ കുറച്ചായിട്ട് ഓഡിയൻസിനെ അതിലേക്ക് ഫെമിലിയറൈസ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു അങ്ങനെ ഒരു ത്രില്ലറിന് എന്തായാലും OTT ത്രില്ലർ എന്നാണ് എപ്പോഴും പ്രിഫറൻസ് കൂടുതൽ. പക്ഷെ എന്നാലും ഹോട്ട്സ്റ്റാറിനെ സംബന്ധിച്ച് അവർ പല ഇതും ജോണേഴ്സും കാരണം. പക്ഷേ എൻ്റെ ഇതിനകത്ത് അങ്ങനെ ഫാമിലി എലമെൻറ്റ്സ് വേണോ ഒന്നും അവരങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാനാണ് കാരണം വെച്ചാൽ എല്ലാവരും ത്രില്ലർ എന്ന് പറയുമ്പോൾ തോക്ക്, ചോര, ഇതിങ്ങനത്തെ സൈഡുണ്ട്. അപ്പോൾ ഇത് പിന്നെ പോലീസ് എന്ന് കാണിക്കുമ്പോഴും ഹീറോയിസം എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ അജു ചേട്ടൻ ചെയ്യുന്ന പോലീസ്, അജു ചേട്ടനും ലാൽ സാറുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ എന്തായാലും ഒരു ഭീകര സാധനം പ്രതീക്ഷ വരത്തില്ല. എന്നിട്ട് നമ്മൾ കുഴപ്പമില്ലാത്തൊരു സാധനം കൊടുക്കുമ്പോൾ അത് വർക്കാവും എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ പോലീസ് പ്രൊസീജിയറിൽ മാക്സിമം കുറേയൊന്നും നമുക്ക് പക്ക ഇതായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സാധാരണക്കാർ പോലീസുകാർ കേസ് അന്വേഷിക്കുന്നത് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. അവർക്ക് അങ്ങനെ തോക്കെടുത്ത് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവർ പല സ്ഥലത്തും പോകണം, ഈ പല സ്ഥലത്ത് പോകുന്ന പൈസ പോലും അവർക്ക് കിട്ടാൻ കുറേ നാളെടുക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പിന്നെ അവരുടെ ഫാമിലിയിൽ ഈ ജോബിൻ്റെ ഇഷ്യൂ കാരണം അവർക്കുണ്ടാകുന്ന സംഭവം അങ്ങനെ പോലീസുകാരുടെ പെർസ്പെക്റ്റീവിൽ ഒരു സാധനം പറയാമെന്നുള്ള രീതിയിലാണ് നോക്കിയത്. ആസ് എ ക്രിയേറ്റർ ഇതെങ്ങനെയാണ് ഒരു ക്രിയേറ്റിവിറ്റി ഒരു ഇത് തന്നത്? കാരണം ശരിക്കും എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡും വെച്ചാൽ 3 മണിക്കൂർ ഇതാണ്. പക്ഷെ അതേസമയം 3 മണിക്കൂർ ഒരു പടത്തിൻ്റെ ഫോർമാറ്റും അല്ല.
ഇതിൽ ഓരോ ക്ലിഫ് ആംഗിൾസ് ഓരോ എപ്പിസോഡിനും അങ്ങനെ വെക്കണം. കാരണം വെച്ചാൽ എൻ്റെ ആഗ്രഹം വെച്ചാൽ എൻ്റെ ആദ്യത്തെ സീസൺ 1 ത്രെഡ് ഭയങ്കര അതായത് ആരാണ് അയാൾ അത്രേ ഉള്ളൂ. കാരണം അയാൾക്ക് ബാക്ക് സ്റ്റോറി കാണിക്കാൻ എനിക്ക് ആദ്യം തന്നെ ബാക്ക് സ്റ്റോറി വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് വെബ് സീരീസിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡിൻ്റെ എൻ്റെ ക്ലിഫ് ആങ്കർ ഉണ്ടെങ്കിലും ഓരോരോ ലെയറിലേക്ക് പോകണം. എൻ്റെ ഫസ്റ്റ് സീസണിൽ അതില്ല. എല്ലാ എപ്പിസോഡിൻ്റെ എൻഡിലും അവനെ കിട്ടും, അവനെ കിട്ടത്തില്ല. ഇത് തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് ബിഞ്ച് വാച്ചിങ് നടന്നില്ലെങ്കിൽ ഇത് വർക്ക് ആകത്തില്ല. അപ്പോൾ എങ്ങനെയാലും ഒരു 25-30 മിനിറ്റിനും ഇത് ഇടയ്ക്ക് തീരണം. ഒരു നല്ലൊരു ക്ലിഫ് ഹാങ്ങർ ഉണ്ടെങ്കിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അടുത്തടുത്ത എപ്പിസോഡിലേക്ക് പോകണം. 5 എപ്പിസോഡ് കണ്ടാൽ എന്തായാലും 6ാമത്തെ എപ്പിസോഡ് കാണും. അപ്പം അങ്ങനത്തെ രീതിയിൽ ആലോചിച്ച് ഒരു 3 മണിക്കൂറിൽ താഴെ എന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തത്. പിന്നെ അജു ചേട്ടനും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ ആൾക്കാരും അവരെ നമ്മൾ അടിപൊളിയായിട്ട് വേറെ രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുമെന്നുള്ള ഇതുണ്ടായിരുന്നു. അതെ അതെ. ഈ പ്രൊഡക്ഷൻ്റെ കാര്യം പറയുമ്പോഴേ അതായത് ഇപ്പം നിങ്ങളുടെ ഇതിലൊരു ടെക്നീഷ്യൻ ആളുമുണ്ട്. അപ്പം എല്ലാ ബാനേഴ്സിലും ഇതുപോലെ ഒരാളെങ്കിലും ടെക്നീഷ്യൻ ആയാൽ ഒരു കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടാകും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഭയങ്കര. അല്ല, അങ്ങനെ ടെക്നീഷ്യനായിട്ട് സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ കുറേ സമയമില്ല. ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത് ചിലപ്പോൾ അയാൾക്ക് സിനിമയോടുള്ള ഒരുപാട് സിനിമ കാണുന്ന ആളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന് എന്ത് ബിസിനസ് ആണെങ്കിലും ആദ്യം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ആണല്ലോ എല്ലാവരും ചെയ്യുക. സിനിമയിൽ മാത്രമാണ് അത് പല സ്ഥലങ്ങളിലും നടക്കാത്തത്. പെട്ടെന്നൊരു പ്രൊഡ്യൂസർ വരുന്നു, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് പരിപാടികൾ ഈ ആൾക്കറിയില്ല. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഈ പറയുന്ന എല്ലാവരും അടുത്ത വർക്കുകളായിട്ട് അവരും മാറും. സോ പിന്നെ അങ്ങനെ സ്റ്റക്കായി. അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ ആ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞ് അത് ഓടിക്കാനും നിൽക്കുമ്പോഴാണ് അത് ആവുക. അപ്പം അതിനകത്ത് ഒരാളിപ്പോൾ നമ്മൾ കഥകളി നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അത് പഠിക്കണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണം, എന്നാലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെയാണ് സിനിമയിലും നമ്മൾ സിനിമ പ്രൊഡക്ഷൻ പഠിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറേ സമയം എടുക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ചെയ്യാം, അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ചെയ്ത കമ്പനീസിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഇതല്ലാതെ ചെയ്തിട്ട് നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ ആ നഷ്ടം വരാനുള്ള കാരണം അയാൾ തന്നെയാണ്. പക്ഷെ ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ഒരു ടെക്നീഷ്യൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആവുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ സിനിമ ചെയ്യുന്ന ക്രിയേറ്റീവ് ആൾക്കാർക്കും. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ഇപ്പോൾ മോസ്റ്റ്ലി പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ആരെയും ഇതായിട്ട് പറയല്ല, മോസ്റ്റ്ലി പ്രൊഡ്യൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടി പൈസ ചെലവാക്കണം എന്ന ഐഡിയ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പൊ പിന്നെ മാറിയിട്ടുണ്ട് സിനാരിയോ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ പൈസ മുടക്കേണ്ടത് എന്നുള്ളത്. എല്ലാവരും ഫെസിലിറ്റീസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത്. ഒരു സമയത്ത് അത് മാത്രമായിരുന്നു. ഈ ഒരു ടെക്നിക്കൽ എന്താ പറയാ സപ്പോർട്ട് ഒരു ഡയറക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു ഡെബ്യൂ ഡയറക്ടർക്കൊക്കെ നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ടും ക്രിയേറ്റീവ് സപ്പോർട്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കൊടുത്താൽ തന്നെ ആ ഫിലിം മേക്കിങ്ങിലും ആ പ്രോസസ്സ് തന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ആ ഒരു വർക്ക് സ്പേസിൽ നിൽക്കാൻ പറ്റും. ഇത് എന്താ വെച്ചാൽ രണ്ട് ഡബിൾ ഡോർ ക്യാരവന് പൈസ മുടക്കാൻ പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഫാൻറ്റം ക്യാമറ വേണം, അല്ലെങ്കിൽ ഒരു സ്ലൈഡർ വേണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമാണ്. അത് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഇടപെടേണ്ടി വരുന്നില്ല ഗണേശേട്ടനുള്ള കാരണം. ദാറ്റ് പാർട്ട് ഇസ് സേഫ്. അവിടെ ഗണേശേട്ടന് അറിയാം എന്ത് വേണം എന്നുള്ളത്. ഇപ്പൊ ഫാലിമി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾക്ക് കുറച്ച് വിചാരിച്ചേക്കാളും ബഡ്ജറ്റിന് മേലിൽ പോയി. അതിന്റെ ഒരേ ഒരു കാരണക്കാരൻ ഗണേശേട്ടനാണ് ഞാൻ പറയുള്ളൂ. കാരണം ഗണേശേട്ടനാണ് പറഞ്ഞത് ആ ട്രെയിനിന്റെ സീക്വൻസ് ഉണ്ടല്ലോ, ഫോളിങ്, അത് ഫാൻറ്റത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് മാക്സിമം കുറച്ച് പിടിക്കുക. ചാമരാജനഗറിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഓൾറെഡി അവിടെ എന്താ പറയാ 2 ദിവസം ഡിലേ വന്നു, നമുക്ക് ഷൂട്ട് നടന്നില്ല. റെയിൽവേയുടെ പെർമിഷന് ചെറിയൊരു പ്രശ്നം വന്ന കാരണം. അപ്പോൾ ഓൾറെഡി 2 ദിവസത്തെ ഷൂട്ട് നടക്കാത്തതിന്റെ കോസ്റ്റ് മാറിയിട്ടുണ്ട്. എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഇതൊക്കെ ചെയ്യണം. എന്നാലും ഗണേശൻ പറഞ്ഞത് ഫാൻറ്റത്തിന് ഓൾറെഡി കൊടുത്ത ലൈറ്റ് ലിസ്റ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമേ ഏകദേശം ഒരു 4 lakhs ലൈറ്റാണ് ഗണേശേട്ടൻ ഇടപെട്ടത് ഇറക്കിക്കൊണ്ടുവന്നു. ലൈക്ക് അതിൻ്റെതായ റിസൾട്ട് ആ സീനിലുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രീഡം കൂടി ഞാൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് സൈഡിലും കൂടി നിന്ന് ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എന്നാലാണ് നല്ല സിനിമകൾ സംഭവിക്കുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ ഓക്കെ ഇന്ന ടെംപ്ലേറ്റിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ പടം എങ്ങനെയെങ്കിലും സക്സസ് ആക്കാം, അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്നെ സംബന്ധിച്ച് അത് നോട്ട് സാറ്റിസ്ഫൈങ്. കേട്ടിട്ട് കൊതിയാവും. ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ പലപ്പോഴും ആക്ടേഴ്സ് സിനിമയുടെ മാർക്കറ്റിങ്ങിന് പങ്കെടുക്കുന്നില്ല അങ്ങനെ ചില, പക്ഷെ അതേസമയം പ്രൊഡ്യൂസേഴ്സിന് അല്ല ചിലപ്പോ ആക്ടേഴ്സ് വിനയനെ പറ്റി അത് പറയാൻ പറ്റില്ല. ഇല്ല അത് പറ്റില്ല. ഷൂട്ടിംഗ് ഡേയ്സ് 25 ആണെങ്കിൽ 50 ദിവസം മാർക്കറ്റിംഗ് വേണ്ടി ഞാൻ എല്ലാ ദിവസവും രാവിലെ വിനയിച്ചേട്ടൻ ഇതുപോലത്തെ ഒരു സാധനം കണ്ട എഴുന്നേക്കുന്നത്. ഇത്രയും മാർക്കറ്റിംഗ് അല്ല അങ്ങനെ നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, മറ്റേ ആക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതെ അതെ, നോ ഡൗട്ട്. ഇനി സോമന്റെ ഹൃദാവം തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിനങ്ങനെ ഒരു വേറൊരു തരത്തിലെ മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉണ്ടായില്ല. അപ്പോൾ ആകെ 4 പേരായിരുന്നു. ഡയറക്ടർ, ഞാൻ, എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളും, പിന്നെ ഒരു PR-ഓനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു അപ്രൻറ്റീസ് ആയിട്ടുള്ള ഓൺലൈൻ ചെയ്യുന്ന ബിഹൈൻഡ് വുഡ്സിലോ എവിടെയോ വർക്ക് ചെയ്തൊരു പയ്യനും. നമ്മൾ രാവിലെ 10 മണിയാകുമ്പോൾ മീറ്റ് ചെയ്യും, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോസ്റ്റ് കൂടി ഇല്ലാത്ത സിനിമയായിരുന്നു. പക്ഷേ എനിക്കൊന്നും നമ്മളെ ഓൺലൈനിൽ ഉണ്ടാക്കിയ ബൂം കൊണ്ടിട്ടായിരിക്കണം ആ സിനിമ ഒരു 3 ആഴ്ച കൂടി. ഇപ്പോൾ ആമസോണിൽ ഇറങ്ങിയിട്ട് ആളുകൾ എനിക്കൊരു ദിവസം 10, 250, 300, 400 മെസ്സേജൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് പറയുന്ന പോലെ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റാർസ് ഇല്ലാത്ത സിനിമകൾ അതും മാർക്കറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആളുകൾ അറിഞ്ഞാൽ മാത്രമാണല്ലോ ഇപ്പൊ സിനിമ. ഒന്നാമത് ഇപ്പൊ ബ്രീതിങ് സ്പേസ് ഇല്ല. അവര് പടം 3 ദിവസം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് ആളുകളെ അറിയിക്കുക ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നുള്ളത്. അപ്പൊ നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ആളുകൾ തിയേറ്ററിൽ വരും. അല്ലെങ്കിൽ ഭയങ്കര ടഫാണ് കാര്യങ്ങൾ അല്ലേ? അതേസമയം 2018 പോലത്തൊരു ഇത് വരുന്ന സമയത്ത് അതിനും ഒരു പ്രൊമോഷനൊന്നുമില്ല. അതും ഒരു വേറെ ഒരു എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഡേ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് അല്ലേ? വേർഡ് ഓഫ് മൗത്ത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നല്ല വലിയ പടമാണെങ്കിലും ചെറിയ പടമാണെങ്കിലും വലിയ പടങ്ങൾ വേർഡ് ഓഫ് മൗത്ത് കാരണം താഴെ പോയ ചരിത്രമുണ്ട്. അതെ, അല്ല പടം മോശമാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വരുമാനം അത് വേറെ കേസ്. ബട്ട് സ്റ്റിൽ പടം നല്ലതാണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്താൻ വേണ്ട ഒരു സമയമുണ്ട് അല്ലേ? ആ സമയം കൊടുക്കുക എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു വലിയ പ്രൊഡ്യൂസറിന്റെ സിനിമയാണെങ്കിൽ ഇപ്പൊ തിയേറ്ററുകാരെ പെട്ടെന്ന് മാറ്റണമെന്നില്ല. നമ്മളൊരു ചെറിയ കണ്ടിന്യൂസ് പടങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനീസ് പടങ്ങൾ തിയേറ്ററുകാർ പെട്ടെന്ന് മാറ്റില്ല. സോ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫിലിം വരാനുണ്ട്, അത് ഇന്ന ആർട്ടിസ്റ്റിന്റെയാണ്, സോ മാറ്റില്ല. അതേസമയം വർഷത്തിലൊരു പടം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു പടം നോക്കി ഇങ്ങനെ പതുക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇനി അടുത്ത് ഇവരുടെ പടം വരുമ്പോഴത്തേക്ക് ഓക്കെ എന്നത് ആളില്ല മറ്റത് എത്തിയത്. ഈ ഒരു കാൽക്കുലേഷൻ ആണ്. അത് അവരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തിയേറ്റർ ഒരു ദിവസം റൺ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എക്സ്പെൻസ് ഉണ്ട്, അതും മെയിൻറ്റെയിൻ ആവും. ഈ അഭിപ്രായങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഫിലിം അപ്രിസിയേഷൻ്റെ ഒരു കൃഷി എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഈ റിവ്യൂവിങ്ങിന് പോലും എന്താ പറയുക, ഫീഡ്ബാക്കിൽ ക്ലാസ് ഡിഫറൻസ് ഉണ്ട്. അതായത് മെയിൻ സ്ട്രീം കാണുന്ന ആൾക്കാർ സിനിമകൾ കാണുന്ന ആൾക്കാരോട് പുച്ഛം, പക്ഷേ മറ്റേ ലൈക്ക് യു ബിലീവ് ദാറ്റ് ലൈക്ക് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം പ്രിവിലേജിൻ്റെ ഒക്കെ ഒരു വീട്ടിൽ കാശൊക്കെ ഉണ്ട്, നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചെങ്കിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ താർക്കോസ്കിയുടെ സിനിമ, ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ കേൾക്കാനുള്ളൊരു സാധ്യത ബാല്യം തൊട്ടേ വരും. അപ്പം നമുക്ക് സിനിമകൾ എൻജോയ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ വീട്ടിൽ സാമ്പത്തികവും ഇല്ല, നമ്മൾ അരി വാങ്ങിക്കാൻ പോലും റേഷൻ കടയിലൊക്കെ ക്യൂ നിന്നിട്ട് അപ്പോൾ ഒരു വിജയ് പടം വരുമ്പോഴത്തേക്കും നമുക്ക് സെലിബ്രേഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു സിനിമയെ കാണാൻ പറ്റില്ല നമുക്ക്. അപ്പം അങ്ങനത്തെ സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം വിജയ് പടം കാണുന്ന ആൾ മണ്ടൻ, മറ്റേ താർക്കോസ്കി പടം കാണുന്ന ആൾ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ നമ്മൾ അൺനോൺ ആയിട്ടുള്ള നമ്മുടെ പ്രിവിലേജിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിനിമയുടെ എസ്തെറ്റിക് വാല്യൂവിന് മാർക്കിടുന്നതൊക്കെ ഭയങ്കര
ഭയങ്കര മണ്ടത്തരമായിട്ട് തോന്നും. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്കിടുകയാണെങ്കിൽ പോണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പം അതാണ് ഏറ്റവും എൻ്റർടൈനിങ്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പോലും വേണ്ട. അപ്പോൾ അങ്ങനെയൊന്നും ഇതിന് ഒരു റേറ്റിംഗ് സിസ്റ്റം അത് ഓഫ്കോഴ്സ് അത് ക്രിറ്റിക്സിന്റെ കൺട്രോളും അല്ല. അതെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെറുതെ നമ്മളിങ്ങനെ എന്തോ ദിസ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ അരി എന്ന് പറയുന്നൊരു രീതിയിൽ സിനിമ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഒരു ഭയങ്കര ബോംബ് പ്രശ്നമായിട്ട് വരുന്നത്. ഇത് കുറേ പേര് കാണുന്ന ഒരു സാധനം, കുറേ പേർക്ക് അത് ഇഷ്ടം, കുറേ പേർക്ക് ഇത് ഇഷ്ടം. നമുക്ക് ആസ് പ്രൊഡ്യൂസേഴ്സ് ഇതിൽ നിന്ന് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും, അതുണ്ടാക്കി ആർട്ട് ഹൗസ് ഫിലിം ഉണ്ടാക്കി എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആർട്ട് ഹൗസ് ഫിലിംസ് വീണ്ടും 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 ഉണ്ടാക്കാൻ പറ്റും. അതിന് നിറയെ എക്സാമ്പിൾസ് ഉണ്ട്, പേരൊന്നും പറയുന്നില്ല, നിറയെ എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഫിലിംസ് മാത്രം ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മണി ബിസിനസ് റൺ ചെയ്താൽ മാത്രം മതി എന്നാണ്. അല്ലാതെ ഇതിന് നല്ലത് ചീത്തയൊക്കെ നമ്മൾ നമ്മുടെ എസ്തെറ്റിക്ക് നമ്മുടെ പ്രിവിലേജും വെച്ച് വാല്യൂറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ റിവ്യൂവേഴ്സ് വന്നിട്ടപ്പോൾ ഞാൻ ചില റിവ്യൂവേഴ്സ് വന്നിട്ട് സിനിമയ്ക്ക് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐ വോണ്ട് ദാറ്റ് റിവ്യൂവർ ടു റിവ്യൂ ബെല്ലത്താറിൻ്റെ സിനിമ, അല്ലെങ്കിൽ മണിക്കൂർ ബെല്ലത്താറിൻ്റെ സിനിമ. അപ്പം ഈ നമുക്ക് കിട്ടുന്ന ഇമ്മീഡിയറ്റ്ലി കാണുമ്പോഴത്തേക്കും വരുന്ന റിയാക്ഷൻ മാത്രമല്ലല്ലോ ക്രിട്ടിക്ക്. എന്നുവെച്ചാൽ ക്രിട്ടിക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവർക്ക് അതിൻ്റെതായ വിദ്യാഭ്യാസം പ്രിവിലേജും ഒക്കെ ഉണ്ട്. അപ്പം ഇമ്മീഡിയറ്റ്ലി സിനിമ കാണുമ്പോൾ വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് നമ്മൾ റിവ്യൂ എന്ന് വിചാരിക്കുന്നത്. അത് റിവ്യൂ ഒന്നുമില്ല, അത് നമുക്ക് നമ്മൾ എന്തോ ഇൻസ്റ്റൻറ്റ് സാധനമാണ്. എന്ന് വെച്ചാൽ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് അല്ല ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. എനിക്കറിയാം. അല്ല ഇത് പറഞ്ഞപ്പോഴോ റിവ്യൂയിങ് ദ റിവ്യൂവർ വേണം. അല്ല അത് വേണം. ഞാൻ ഇത് ആയതുകൊണ്ട് ഞാൻ പറയാണ്. മീൻസ് എനിക്കും നിങ്ങളുടെ ഇൻപുട്സ് മീൻസ് ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഇതുണ്ടാവും. കാരണം റിവ്യൂവേഴ്സും ഫിലിം മേക്കേഴ്സും സ്വയം പെർഫെക്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈക്ക് ഐ വുഡൻ കോൾ മൈസെൽഫ് എ പെർഫെക്റ്റ് റിവ്യൂവർ ഓർ എന്താ ഓഫ് കോഴ്സ് അത് അവസാനം നമ്മുടെ ജീവിതം മരിക്കുന്നവരെയുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം ഇപ്പോൾ സ്പീൽബർഗ് തന്നെ പറഞ്ഞിട്ട് ആസ് എ ഫിലിം മേക്കർ പുള്ളി ഓരോ പുതിയ പടം എടുക്കുമ്പോഴും അത് ഫസ്റ്റ് പടം പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അപ്രിസിയേഷൻ അറിയുമ്പോഴും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഈ പാൻഡമിക്കിന് ശേഷം ഈ ഭയങ്കര അമിതമായിട്ട് നമ്മുടെ സെൻസിറ്റീവ് ആയിരിക്കണം ചില സബ്ജക്റ്റ്, പക്ഷെ ഭയങ്കര അമിതമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈ കയ്യടി കിട്ടാൻ വേണ്ടി ഈ കണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് അത് ഫിലിം മേക്കേഴ്സിന് ഭയങ്കരമായിട്ട് ഇത് എഴുതുമ്പോൾ ഓക്കെ ഇത് പ്രശ്നമാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട്. കാരണം പൊതുവേ ഈ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഫിലിമിൻ്റെ ക്രാഫ്റ്റ് അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് കൂടുതൽ അതിൻ്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ചില റിവ്യൂസ് ഉണ്ട്. ഇപ്പം എനിക്കറിയാവുന്നുള്ളൊരു റിവ്യൂവർ ഉണ്ട്. ഷീ കംപ്ലീറ്റ്ലി സീ ഫിലിം ആസ് എ പൊളിറ്റിക്സിൻ്റെ ഒരു മീഡിയമായിട്ടാണ് അവർ സിനിമയെ കാണുന്നത്. അപ്പം അതുപോലെ വേറൊരു റിവ്യൂവർ ഉണ്ട്. പുള്ളിക്കാരൻ മറ്റേ ത്രസിക്കുന്നത്, അതായത് ആടിപ്പൊളി ഗംഭീരം, ഗംഭീരം ആണ് പുള്ളിയുടെ മെയിൻ അജണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗംഭീരമാണ്. അത് വെച്ചാൽ ഒരു ബോംബ് പൊട്ടുന്നതിന് 10 ബോംബ് പൊട്ടണം, ഒരു ഓറഞ്ച് തെറിക്കുന്നതിന് 5 ഓറഞ്ച് തെറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇവരുടെ ഒരു സംഭവമുണ്ട്. അപ്പം എന്ത് പറയാൻ വന്നു പോയി എൻ്റെ അല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ഒരു പ്രഷർ സത്യസന്ധമായിട്ടും എല്ലാവരിലും ഉണ്ട്. അതെ അതെ, അതൊരു ഫിലിം മേക്കേഴ്സ് സ്വയം മനസ്സിലാക്കേണ്ട അറ്റ്ലീസ്റ്റ് ബട്ട് ഇറ്റ്സ് ഗുഡ് റൈറ്റ്? ഇറ്റ്സ് ഗുഡ് ആണോ? അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗുഡ്. യു ഡോണ്ട് തിങ്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗുഡ്. ആ സെൻസിറ്റിവിറ്റി വേണം. സോറി, അല്ല നമ്മൾ പ്രീ പ്രൊഡക്ഷനിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓരോ സീൻ ഇങ്ങനെ പറയുമ്പോൾ ADസിൽ ചിലരൊക്കെ ഇതുപോലെ ആലോചിച്ചിട്ട് യങ് പുതിയ ആൾക്കാരായിരിക്കും ഇത് പൊളിറ്റിക്കലി പ്രശ്നമല്ലേ, ഇങ്ങനെ ഈ ഡിസ്കഷൻ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞത് റിവ്യൂവിൽ എടുത്ത് വരത്തില്ല, ഈ വേർഡ് യൂസ് ചെയ്യണോ, അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ആലോചിച്ചിട്ട് ഓക്കെ അത് വേണ്ട. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് ആസ് എ റൈറ്റർ നമുക്ക് ജെനുവിൻലി തോന്നുകയാണ്, അതെ എനിക്ക് തോന്നുകയാണ്. പക്ഷെ മറിച്ച് ഇതിങ്ങനെ ചെയ്താൽ ആ റിവ്യൂർ ഇങ്ങനെ പറയും, അല്ലെ ആൾക്കാർ ഇങ്ങനെ പറയും. ആ പേടിയിൽ നിന്ന് വരുന്ന സെൻസറിങ് ഐ തിങ്ക് ഇറ്റ് ഇസ് റിയലി. അതിനൊരു എക്സാമ്പിൾ ഞങ്ങളുടെ സിനിമയിൽ തന്നെ ഉണ്ട്. ഗേ സീൻ അത് ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചതാ. ഗണേശനം പറഞ്ഞു ഇല്ല അത് വെക്കണം എന്ന്. അപ്പോൾ ബേസിലായാലും ഡയറക്ടർക്ക് ആയാലും ടെൻഷൻ ഏറിക്കേറോ അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഗണേശനം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല. ഇത് നമ്മളുടെ ലോകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾക്ക് ദുഷ്ടന്മാരും ഉണ്ട്, നല്ലവരും ഉണ്ട്,
എല്ലാം കാണിക്കണ്ടേ, അതിനുള്ളൊരു മീഡിയം കൂടിയാണല്ലോ സിനിമ. നമ്മളാരും അല്ലാതെ perfect അല്ലല്ലോ. ആരും പെർഫെക്റ്റ് അല്ല. അല്ലാതെ എന്താ പറയാ, ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് നമുക്ക് അതില് എന്താ പറയാ, പണ്ടുണ്ടായ ഒരു വിവാദം, ലൈക്ക് മമ്മൂക്ക അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ലാലേട്ടൻ പണ്ടത്തെ സിനിമകളിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളുണ്ട്. ലൈക്ക് മാടമ്പികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ അങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഇതാണ് എൻ്റെ, അതായത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എഴുതുന്നത് എൻ്റെ ഒരു ക്ലാസ് വെച്ചിട്ടായിരിക്കുമല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ ഞാനൊരു വല്ല ചേരിയിൽ താമസിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ആണെങ്കിൽ എനിക്ക് വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഡയലോഗ് പറയാൻ പറ്റില്ല. അതിനുള്ള ഫ്രീഡം ഒരു ക്രിയേറ്റീവായിട്ട് റൈറ്ററിനായാലും ഡയറക്ടറിനായാലും ആക്ടറിനായാലും ഉണ്ടാവണം. അല്ലെങ്കിൽ അവസരം എന്തൊരു അറിയും, ഒരു പറ്റം പ്ലാസ്റ്റിക്കുകളായിട്ട് അവശേഷിക്കും. എല്ലാം ഒരു ഫോർമാറ്റിലിരിക്കും. നന്മയുടെ കഥകൾ മാത്രം എന്ത് ബോറിംഗ്. ഞാൻ പറയുന്നത് നമ്മളെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ആട്ടം ചെയ്തു, ഫാമിലി ചെയ്തു. അപ്പോൾ IFFKയിലുള്ള ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് നമ്മളേന്ന് ഭയങ്കര ഏലിയൻ അല്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഗ്രേ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. നമ്മളാരും നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ. ഈ പിന്നെ ഇൻട്രസ്റ്റിംഗ് എന്താണ് ശരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഗ്രേയുടെ ഷെയ്ഡ്സ് ആണ്. ഈ വൈറ്റ് മാത്രമായിട്ടുള്ള ഒരു ക്യാൻവാസ് ഭയങ്കര ബോറിംഗ് അല്ലേ? ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചുരുളി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് തവണ കണ്ട പടം ചുരുളി. കാരണം ഭയങ്കര ലിബറേറ്റിംഗ് ആണ്. കാരണം ഇത്രയും തെറിയും റിയൽ ലൈഫിൽ പറയുന്നത് നമ്മൾ എന്തൊരു ആശ്വാസം, ഭയങ്കര ലിബറേറ്റിംഗ്. ചുരുളി കണ്ടപ്പോൾ എനിക്ക് തെറി തോന്നിയില്ല. നമ്മുടെ ഭാഷയിൽ ഇത് നമ്മൾ നോർമലി ഇത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, അയ്യോ ഇത് വുമൺ, ഇത് കണ്ടിരിക്കാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ വാച്ചസ് എന്താ പറയാ പുറത്തുള്ള കണ്ടന്റും. ക്വിന്റൻ ടാരാന്റോയുടെ പടം കാണും 250 തവണ. സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല, മലയാളത്തിലേക്ക് മാറ്റുമ്പോഴാണ് എല്ലാം. അല്ല, അത് ഈ ലാംഗ്വേജ് പിന്നെ വയലൻസ്. അപ്പൊ ഞാൻ പറയാ, നിങ്ങൾ ഓൾറെഡി പുറത്തുനിന്നുള്ള കണ്ടന്റ് കാണുന്നുണ്ട്, പക്ഷെ അത് മലയാളത്തിലാക്കുമ്പോൾ എന്താണ് ഇത്രയും ഒരു മോറൽ ഒരു ഇത് വരുന്നത്? പിന്നെ അതെന്തിനു ഉപയോഗിച്ചു എന്നുള്ളടത്താണ്, ആരുപയോഗിച്ചു എന്നുള്ളടത്താണ്. പിന്നെ ഇവൻച്വലി ഫിലിം എന്താണ് പറയുന്നത് എന്നുള്ളതും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു ആലോചിച്ചൊരു കാര്യം. ഇപ്പോൾ ആട്ടത്തിനകത്ത് ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ആ സീൻ എടുത്ത് കളഞ്ഞ് റീഷൂട്ട് ചെയ്തു. അതിൻ്റെ കാരണം ഞാൻ ആ പടം എഡിറ്റ് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നിയത് പ്ലേയിങ് ടു ദ ഗാലറി ആണെന്ന് തോന്നി. അതായത് ആ കറക്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി ആ കറക്റ്റ് നമുക്കറിയാം ഇതിലിങ്ങനെ ആ കൈയടി കിട്ടും, ആ കറക്റ്റ് ആ എല്ലാ ചേരുവകളും. അപ്പോൾ പേഴ്സണലി ഐ ഫെൽ വെരി ബാഡ്. സബ് കോൺഷ്യസ് ആയിട്ട് ചെയ്തതാണ്, പക്ഷെ അങ്ങനെ അതിനു വേണ്ടി ചെയ്തല്ലോ. അങ്ങനെ ഒരു കറക്റ്റ് ഗാലറിക്ക് വേണ്ടി കറക്റ്റ് പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സോ കോൾഡ് ഐ ഡോണ്ട് നോ വാട്ട് കറക്റ്റ് പൊളിറ്റിക്സ്, പക്ഷേ സോ കോൾഡ് സാധനത്തിന് ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള കേരളത്തിൽ ഓടാൻ സാധ്യതയുള്ള ഏതിനാണോ ലീനിങ് ആയിട്ട് അങ്ങനെ. പിന്നെ നമ്മളത് കംപ്ലീറ്റ്ലി ആ സീൻ എടുത്ത് കളഞ്ഞ് വേറെ ഒരു സംഭവം റീഷൂട്ട് ചെയ്തു. സോ അത് നമ്മൾ സ്വയം ചെയ്യുന്ന പരിപാടി. ദാറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ എനിക്ക് തോന്നുന്നു. ആസ് എ ഫിലിം മേക്കർ, ആസ് എ റൈറ്റർ, ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം എ പ്രഷർ, പുറത്തുനിന്നൊരു സാധനത്തിൽ നിന്ന്. ഞാൻ നേരെ തിരിച്ചുള്ള സിനാരിയോ പറഞ്ഞു. അത് എനിക്കൊന്ന് ആമദിന്റെ ഈ ഇത് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ലാംഗ്വേജും അതെങ്ങനെയാണ് ഇപ്പൊ ഞാനത് വേണമെന്ന് തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്തു. കാരണം 2 പടം ഈ പറഞ്ഞ നന്മമരം എന്ന് പറഞ്ഞ കളിയൊക്കെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ. പക്ഷെ ഒരിക്കലല്ല കേട്ടോ, ലൈക്ക് മധുരം വാസ് സോ സ്വീറ്റ്. ഭയങ്കര എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊതി തോന്നും നമുക്ക്. ഓ മൈ ഗോഡ്. പക്ഷെ അത് ശരിക്കും റിയൽ ആളാണ്, അങ്ങനെ ഒരാളുണ്ട്. ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. പുള്ളി പറഞ്ഞ ഒരു ഡയലോഗിൽ നിന്നാണ് ആ ത്രെഡൊക്കെ വന്നത്. അങ്ങനെ ഒരാൾ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി എപ്പോഴും ഭയങ്കര പോസിറ്റീവ്. ഞാൻ ഫാദറിൻ്റെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് 1.5 മാസം ഉണ്ടായിരുന്നു. ഒരു പുള്ളി എപ്പോഴും രാവിലെ പാരച്ചൂട്ടിന് എണ്ണയൊക്കെ തേച്ച് മുടി ഭയങ്കര ഹാപ്പിയിൽ പോകും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്ന് ഡിസ്ചാർജ് ആവും. ഞാൻ 1 മാസം എടുക്കും, എൻ്റെ അടുത്ത ആഴ്ച അങ്ങോട്ട് ഇങ്ങനെ എപ്പോഴും പറയും. പിന്നെ അടുത്ത ആഴ്ച 2 ആഴ്ച ഈ പുള്ളി പോകുന്നില്ല. അപ്പോൾ അടുത്തുള്ള ആളോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു, കഴിഞ്ഞ 10 മാസം 11 മാസമായിട്ട് പുള്ളി ഇങ്ങനെയാണ്. വൈഫിനെ നോർമലായിട്ട് കൊണ്ടുവന്നു, പക്ഷേ ഇവിടെ ആശുപത്രി വന്നതിന് ശേഷം എന്തോ പ്രശ്നം വന്ന് ഇങ്ങനെ പാരലൈസ്ഡായി. പക്ഷെ പുള്ളി കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് വാശിക്ക് പുള്ളി നിൽക്കുക. പക്ഷെ രാവിലെ പുള്ളിയുടെ പോസിറ്റിവിറ്റി അവിടെ വേറെ ആർക്കും ഇല്ല. ഭയങ്കര കോളേജിലൊക്കെ ഫസ്റ്റ് ഡേ വരുന്നു, അങ്ങനത്തെ ഭയങ്കര ഹാപ്പിയില്ല പുള്ളി നടക്കുന്നത്. ആ ഒരു സാധനം വെച്ചാണ് അതിൽ നിന്ന് കിട്ടിയത്. അല്ല ഞാൻ പറഞ്ഞ ഈ ആമതി ഇത് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അല്ല ഒന്നുമില്ല. ആക്ച്വലി അതായത് നമ്മൾ OTT വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പം
കുറച്ച് അങ്ങനത്തെ കണ്ടൻസ് പറയാം അങ്ങനെ ഒന്നുള്ളൂ. അപ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് വന്നിട്ടില്ല, സാർ 2 തെറി ഇത്, അപ്പോൾ അതിന് ഇങ്ങനെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെയും കൂടെ ഒരു ഇതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന മൊമെൻറ്റിൽ അത് പറയാൻ തോന്നണം, അതായത് അതും വേണം. ടിക്കറ്റ് പോലെ തോന്നില്ലെന്നുള്ള സംഭവമുണ്ട്. അതേസമയം അല്ല, അത് ചില ആൾക്കാർക്കൊരു ടെൻഡൻസി ഉണ്ട്. അതായത് ഈ ഇതിൻ്റെ റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓൾറെഡി അറിഞ്ഞിട്ട് പോലും അത് കണ്ടിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി. അല്ലെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇന്റർവ്യൂവിനകത്ത് മനോജ് ബാജ്പേയി പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇന്ന ടൈപ്പ് പടങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, അപ്പോൾ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും അവരുടെ പൊളിറ്റിക്സുമായിട്ടും അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളും ബോധ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അവർ ക്യാൻസൽ ചെയ്ത് വേറെ സെറ്റ് ഓഫ് പടങ്ങളുണ്ടാവും. അങ്ങനെ രണ്ടുപേരും കൂടെ ക്യാൻസൽ ചെയ്ത് കാണാൻ പടമൊന്നുമില്ല. അതായത് നമുക്ക് ഒന്നും ബേസിക്കലി ഇവർ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് പറയുന്ന ലൈൻസിനെയാണ്. ഇപ്പം ലിറിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, മ്യൂസിക്കിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും? അപ്പോൾ അത് മനസ്സിലാവത്തേ ഇല്ല. അവിടെ പല കാര്യങ്ങളും നടത്തുന്നുണ്ട് ഒരു ഫിലിം മേക്കർ, അത് ഒരിക്കലും മനസ്സിലാവാതെ. ആ തെറി, അതായത് വേറെ എല്ലാം അവിടെ കിടന്നിട്ടും ഈ ലാൽ സാർ വിളിച്ച തെറിയാണ് റീൽസ് ആയിട്ട് വൈറൽ അയക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വെബ് സീരീസിനെക്കാളും വ്യൂ അതിനുണ്ട്. ലാൽ സാറിൻ്റെ അടുത്ത് സീസൺ 2-ന്റെ കാര്യം സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ഇതിനകത്തുണ്ടോടാ, മറ്റേത് ഞാൻ കണ്ടിരുന്നു, പുള്ളിയൊക്കെ കണ്ടിട്ടുണ്ട്. അത് പുള്ളി പറഞ്ഞ ഈ ബാഡ് വേർഡ്സ് സാധനം ഭയങ്കര ട്രെൻഡിങ് ആണ്, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്റ്റിക്കറായിട്ട് ഇതേ തെറി വെച്ച് ലാൽ സാറിൻ്റെ മുഖം വെച്ച് അയച്ചു തരും വാട്സപ്പിൽ. ഇതാണ് നടക്കുന്നത്. അതിപ്പോൾ ഈ ആനിമൽ പോലത്തെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമാണ്. അപ്പോൾ അത് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ റീൽസിൻ്റെ ഇത് കാരണം തന്നെ പലർക്കും ടെൻഷനാണ്. അടുത്ത പടം എടുക്കുമ്പോൾ അതിലെ ഇതെടുത്ത് മാത്രം റീൽസ് ആക്കി അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും മനസ്സിലാക്കാതെ, അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ ഈ പടം ഇതൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകും. ഞങ്ങൾ ചുരുളിയിൽ ഫേസ് ചെയ്തതാണ്. ചുരുളി ഇറങ്ങി ഫസ്റ്റ് ഡേ മറ്റേ ഈ ഒരു റീല് മാത്രം ഇറങ്ങി. അതെന്ത് ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്ത് ആ റീൽ ഇറക്കി. ഇത് കണ്ട ആളുകളാണ്. അപ്പം ഞാനും അമ്മയും കൂടി രാവിലെ പുറത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്. അപ്പം അമ്മ കടയിൽ പോയി. അപ്പം ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയിൽ പോയിട്ട് ഞാനും അമ്മയും കൂടി തിരികെ വരികയാണ്. അതായത് എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഈ ലിജോ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ, അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു ഫിലിം മേക്കറിൻ്റെ കൂടെ മാത്രം വർക്ക് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഫിലിം മേക്കർ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ, മേജർ റോൾ ചെയ്യണമെന്നുള്ള സ്വപ്നം കൂടി ഇല്ലാത്ത എനിക്ക് ആ സ്പേസ് കിട്ടി. ആ ഒരു ഹാപ്പിനെസ് ത്രില്ലൊക്കെ ഇരിക്കുകയാണ്. ഇന്നലെ OTT പടം ഇറങ്ങി, ഭയങ്കര ചർച്ച. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ബോംബെ നിന്നും ബോളിവുഡിലെ ഫ്രണ്ട്സൊക്കെ കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, ഞാനും അമ്മയും കൂടി. അപ്പം എൻ്റെ അമ്മ പിറകിലുണ്ട്. ഞാൻ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ എന്തോ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മണ്ട് ചോദിച്ചു, താനെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ, എനിക്ക് ഒറ്റക്കാണെങ്കിൽ എനിക്ക് ഈസിലി ഞാൻ ഹാൻഡിൽ ചെയ്യും. അമ്മയുള്ളൊരു ഏരിയയിൽ അൺകംഫർട്ടബിൾ. അല്ല, ഞാനൊരു പരിപാടി ഉണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ അഭിനയിച്ച സിനിമയിൽ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാലെന്നൊക്കെ. ഞാൻ ഉൾട്ട പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ സിനിമ കണ്ടു? സിനിമ കണ്ടില്ല. ഞാൻ ചേട്ടാ സിനിമ ആണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടോ, സിനിമ കണ്ടിട്ട് വരാൻ വേണ്ട ആളെ പറഞ്ഞു അയച്ചു. അപ്പോൾ ആളുകൾക്ക് ജഡ്ജ് ചെയ്യാൻ ഈ ഒരു ക്ലിപ്പ് മതി. അത് ഈ ക്യാൻസലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം ഈയിടെ ആയിട്ട് വേറൊരു കൺസേൺ ഫിലിം മേക്കേഴ്സിനുള്ളത്, മേജർ OTT പ്ലാറ്റ്ഫോംസ് ഈ സെൻസർഷിപ്പ്, അതായത് സബ്ജക്ട്സുകൾ ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര, അല്ലെങ്കിൽ കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള സബ്ജക്റ്റുകൾ. അതെങ്ങനെയാണ് നിങ്ങളൊക്കെ ഇല്ല, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ OTT ചെയ്ത് തന്നെ ഇതുപോലെ സെൻസർഷിപ്പ് പ്രശ്നം ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ വേർഡിനും അവരെടുക്കുന്നുണ്ട്. ഭയങ്കര അത് ഇച്ചിരി പ്രശ്നം കൂടുതലാണ്. ഇപ്പം ഞാൻ ഇത്തവണ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ സ്ക്രിപ്റ്റ് നേരത്തെ തന്നു, ഇത് കാരണം ഇത് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്തതാണല്ലോ, അപ്പോൾ അവർക്കത് കണ്ട് നേരത്തെ അപ്രൂവൽ തരാമല്ലോ. പക്ഷേ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ചെയ്തുമ്പോൾ നമ്മുടെ CG വർക്ക് കൂടുക. പിന്നെ പേര് യൂസ് ചെയ്യാൻ മേല. ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം മമ്മൂട്ടി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പം അത് പറ്റില്ല. അപ്പം ഞാൻ എന്ത് വെച്ച്, അത് മമ്മൂക്ക ഇതിന് കേസ് കൊടുക്കാനൊന്നും പോകത്തില്ലല്ലോ. അതൊക്കെയാണ് ആ വേർഡ് യൂസ് ചെയ്യല്. പുള്ളി എല്ലാവരും അറിയാവുന്ന ആളല്ലേ. നമ്മൾ പക്ഷെ അങ്ങനെ ഫൈറ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ സംഭവിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറച്ച് പിടുത്തങ്ങളുണ്ട്. അല്ലേ തന്നെ മമ്മൂക്ക ഇതിനുവേണ്ടി കേസ് കൊടുക്കാൻ ടൈമൊന്നും ഇല്ലല്ലോ, വേറെ ഇഷ്ടംപോലെ പാടിയാണ്. പിന്നെ ഈ OTT എന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഫാമിലി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബീങ് ആൻ ആക്ടർ അല്ലെങ്കിൽ ബീങ് എ ക്രിയേറ്റീവ് പേഴ്സൺ, ഡയറക്ടർ, റൈറ്റർ, ലൈക്ക് ഹൂവർ ഇറ്റ് ഈസ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കിത് ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ചട്ടക്കൂടിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഫുള്ളി ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ OTT-നെ കണ്ടിരുന്നത്. അപ്പോൾ അവിടെയും ഈ മറ്റേ സെൻസർഷിപ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ
സെൻസർഷിപ്പ് മാത്രമല്ല അവരുടെ ബിസിനസ് മോഡലും ഇപ്പൊ ആക്ച്വലി ലൈക് പ്യുവർലി സ്റ്റാർ ബേസ്ഡ് ലൈക് ഫാലിമി വൺ ഓഫ് ദ ഒരു ലീഡിങ് OTT ഇതിലേക്ക് അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിച്ച് ടെക്ക് കൊടുത്തത്. പിച്ച് ടെക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഓ ഇതാണല്ലേ സ്റ്റാർ കാസ്റ്റ്, ഇത്രേ ഉള്ളല്ലോ, ഞങ്ങളുടെ ക്രൈറ്റീരിയയിൽ ഇത് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ നമ്മളുടെ ഓരോ സിനിമ ജാനിമലിന് ശേഷം സിനിമകൾ വരുമ്പോഴൊക്കെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് സർട്ടൺ പേഴ്സൺ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ചെയ്യാൻ വേറെ ഒന്നുമില്ല, പേപ്പർ വ്യൂ എന്നുള്ള ഒരു ഇതിലാണ്. എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റ് വേണം, അതല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ, അല്ലെങ്കിൽ വേറെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഞങ്ങളുടെ ആ ക്രൈറ്റീരിയയിൽ നിങ്ങളുടെ സിനിമ ഫോളോ ചെയ്യും. എന്നാൽ ഈ പറയുന്ന ഈ ആര് കൊണ്ടുവന്ന് വിൽക്കുന്നു എന്ന് പറയുന്നിടത്തുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇത്ര ആളുകൾക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. അവർ വിറ്റു കഴിഞ്ഞാൽ ദേ വിൽ ആക്സെപ്റ്റ് എനി ക്രാഫ്റ്റ്. അതാണ് സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞങ്ങളെപ്പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ്, ഞങ്ങളെപ്പോലെ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളുടെ ഫ്രറ്റേണിറ്റിയിൽ ഞങ്ങളെപ്പോലെ കുറെ പേരുണ്ട് സ്ട്രഗിൾ ചെയ്ത് ഇതേപോലെ പാഷനോട് കൂടി ഫിലിം മേക്കിങ്ങിലേക്ക് വന്നിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാരും ചേർത്താ പറയുന്നത്. അപ്പൊ ഇത് അവരെ ഭയങ്കരമായിട്ടേ ഒരു പ്രഷർ പോയിന്റിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. കാരണം നമ്മളിപ്പോ റെസ്പോൺസ് തന്നെ ഒരു ആസ് എ ഡയറക്ടർ നിങ്ങളൊരു സർട്ടൻ പ്രൊഡക്ഷൻ ഹൗസിനെ നല്ലൊരു സിനിമ ഒരു കഥയായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയാ വിഷമിപ്പിക്കുന്ന ഒരു ഡിപ്രസ്ഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്ന റെസ്പോൺസാണ് കിട്ടുന്നത്. ഓ ഇത് ഇങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ ഞങ്ങൾ പോലും, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങൾ പോലും ഇപ്പൊ ഫാലിമിയുടെ ആ ഒരു സമയം എത്തിയപ്പോഴേക്കും ഞങ്ങൾ പോലും ഫോഴ്സ്ഫുള്ളി അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് എത്തി. കഥകൾ വരുമ്പോൾ ഇത് പറ്റും തോന്നുന്നില്ല, കാരണം ഇത് ബിസിനസ് നടക്കില്ല. എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾക്ക് ബിസിനസ്സും കൂടി നോക്കിയേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു എന്താ പറയാ സോ കോൾഡ് പ്രൊഡക്ഷൻ ഹൗസ് ക്രൈറ്റീരിയയിലേക്ക് പതുക്കെ നീങ്ങി തുടങ്ങിയോ എന്നുള്ളൊരു പേടി ഉള്ളിൽ ഇപ്പൊ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ രണ്ടുപേർക്ക് അത് ആവരുത് എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ് ഇത് പറയുന്നത്. അപ്പൊ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. പിന്നെ നിങ്ങളീ പറയുന്ന സ്റ്റാർസ് എന്ന് പറയുന്നില്ലേ, ഈ നിങ്ങളീ പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു 6 പേരുണ്ടാവും മലയാള സിനിമയിൽ. ഇവരൊരു വർഷം എത്ര സിനിമ ചെയ്യും? ഒരു വർഷം മലയാള സിനിമയിൽ എത്ര സിനിമ ഉണ്ടാകുന്നുണ്ട്? നമ്മൾ ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സ്റ്റാർസ് ചെയ്യുന്ന എല്ലാ സിനിമയും സക്സസ്ഫുൾ ആണോ? ഈ പറയുന്ന ബിസിനസ് നടക്കുന്നുണ്ടോ? ഇല്ല. ഈ എക്സ്ക്ലൂസീവ് OTT ആയിട്ട് എടുത്ത എത്രയോ സിനിമകൾ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് എന്തിനാണ് ഇവർ ഇത്രയും പൈസ കൊടുത്തത് എടുത്തതെന്ന് തോന്നും. അതിനേക്കാളൊക്കെ ബെറ്റർ ആയിരുന്നില്ലേ നമ്മളുടെ സിനിമ എന്ന് തോന്നും. ആ ഒരു ഫിൽറ്ററിംഗ് ഇല്ല. പിന്നെ ഈ OTT പ്ലാറ്റ്ഫോംസിന് എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും മലയാള സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല പല നാഷണൽ പ്ലാറ്റ്ഫോമിലൊക്കെ പറയുമെങ്കിലും ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രയോറിറ്റി ഭയങ്കര താഴെയാണ് അവർക്ക്. ദേ ഡോണ്ട് ഈവൻ ഹാവ് എ റീജിയണൽ ടീം. അതായത് മലയാളം സിനിമ കണ്ട് അതിന് എന്താണ് മലയാളി ഓഡിയൻസ്, അല്ലെങ്കിൽ എന്താണ് മലയാളികൾ, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു എന്ന് പോലും മനസ്സിലാക്കാനുള്ള റീജിയണൽ ടീം ഇല്ല. ഒരു OTT പ്ലാറ്റ്ഫോമിലും ഇല്ല. ഞാൻ പലപ്പോഴും മീറ്റിംഗ്സിലും അവരായിട്ടുള്ള സൂം കോളിലും ചോദിക്കുന്ന കാര്യം, വൈ ഡോണ്ട് യു ഹയർ അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ, ഒരു മലയാളിയെങ്കിലും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സിനിമ എടുക്കണം വേണ്ടെന്നുള്ളത്. ഒരു ടീം ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. പക്ഷെ അവരതിന് റെഡിയല്ല. അവരെപ്പോഴും ഒരു ബോളിവുഡ് ഇതിലാണ്. അവരുടെ ക്രിയേറ്റീവ് ടീം ഫുൾ നോർത്തിലാണ്. അതില് ഇവരാണ് മലയാള സിനിമ കണ്ടിട്ട് ഇത് നല്ലത് ഇത് മോശം എന്ന് സെലക്ട് ചെയ്യുന്നത് അവരാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഏജൻസ് ഒക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന ഏജൻസ് എന്തും നിങ്ങൾ കമ്മീഷൻ കൊടുത്തിട്ട് അങ്ങനെ പക്ഷെ കുറവാ. ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ എൻലിസ്റ്റഡ് ആവണം, വെൻഡേഴ്സ് ആവണം. പക്ഷെ ഒരു 2-3 വർഷം മുമ്പ് വരെ അതിന്റെ ഏജൻസി ഉണ്ടായിരുന്നു. അത് ആർക്കും എന്തും ചെയ്യാന്നുള്ള ഒരു. ഇവിടെ ഇപ്പൊ ഏഷ്യാനെറ്റ് മാത്രമാണ് സാറ്റലൈറ്റ് OTT രണ്ടും കൂടി. സൂര്യ ഇപ്പൊ സിനിമകൾ എടുക്കുന്നില്ല. മനോരമ വളരെ ചുരുക്കം ചെറിയ ബഡ്ജറ്റ് സിനിമകൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ആ ഒരു സൈഡ് മാർക്കറ്റിംഗ് ഏരിയ ഇപ്പൊ ഭയങ്കര ക്ലോസ്ഡ് ആണ്. പ്രീസെയിൽ എന്ന് പറഞ്ഞ സാധനം ഇപ്പം അതില്ല. പോസ്റ്റ് തിയേറ്ററിക്കലും ഞങ്ങളുടെ മുന്നേ ഇറങ്ങിയതും ഞങ്ങൾക്ക് ശേഷം ഇറങ്ങിയതായിട്ടുള്ള പല പടങ്ങളും ലൈക്ക് ഏഷ്യാനെറ്റിൽ തന്നെ പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പടങ്ങളുടെ റിക്വസ്റ്റ് വരികയാണ്, പക്ഷെ എടുക്കാനുള്ളൊരു സ്പേസ് ഇല്ല. പടങ്ങള് തിയേറ്ററിൽ ഓടിയ പടങ്ങൾ വരെ ഇപ്പോഴും OTTയോ സാറ്റലൈറ്റോ പോവാതെ
അവിടെ ഇരിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഇതൊരു ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സിനാരിയോ എന്നേ ഞാൻ പറയുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസ് എ ഹോൾ ഇൻഡസ്ട്രി നമ്മൾ ഇതിനു വേണ്ടി വി ഷുഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാവരും അവരവരുടെ ഈഗോയും അവരുടെ പൊസിഷനും എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അതുപോലെ ഈ 100 കോടി എന്ന് പറയുന്നത് ഭയങ്കര ബോഗസാണ് സീരിയസ്ലി. ഞങ്ങൾക്ക് ഇതുവരെയും ഇപ്പൊ ജയഹേ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹ്യൂജ് ഹിറ്റാണ്. അതുപോലും 100 കോടിയുടെ അടുത്തല്ല. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ അത് കാരണം അങ്ങനത്തെ പോസ്റ്റർ ഞങ്ങള് ചെയ്യാറില്ല, ഇടാറുമില്ല. ഞങ്ങള് ടാക്സ് ഓടിക്കാൻ പറയുന്നല്ലേ സത്യം. കാരണം അത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഒരു മലയാള സിനിമ പോലും 100 CR ഓക്കെ അൺലസ് KGF അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്ന് എല്ലാ ഓഡിയൻസും കണ്ടു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മലയാള സിനിമകളിൽ വളരെ കുറവാണ് അതർ ലാംഗ്വേജ് ഓഡിയൻസ് കാണുന്നത്. എങ്ങനെയൊക്കെ പോയാലും 100 CR ഞങ്ങൾ പല പ്രാവശ്യം ഓഫീസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും എത്താൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഈ 100 CR പോസ്റ്റർ ഇവര് അങ്ങനെ പോസ്റ്റർ അടിക്കാൻ പറ്റട്ടെ ലക്ഷ്മി? അടിക്കാം. അതെ, താങ്ക് യു. അത് അവിടെയും നിങ്ങൾക്ക് എല്ലാവർക്കും അത് എക്സലന്റ് റിപ്പോർട്ട്സ് ഓൾ ഓവർ. എക്സലന്റ് റിപ്പോർട്ട്സും സെക്കൻഡ് കേക്ക് ഫസ്റ്റ് കേക്ക് സക്സസ് പാർട്ടി. ഞങ്ങൾ അത് തന്നെ ഇപ്രാവശ്യം ഫാലിമിക്ക് കേക്ക് കട്ടിങ്ങേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു കേക്ക് കട്ടിയുണ്ടോ, കേക്ക് വേണോന്ന് ചോദിച്ചു. PR എന്റെ പൊന്നു മോനെ വേണ്ട, കേക്ക് പരിപാടി നിർത്തി. അത് ഭയങ്കര ക്ലീശയായി ഒരു റോളായി മാറിയിരിക്കുക ഇപ്പൊ കേക്ക് കട്ടിങ് പരിപാടി. കേക്കിന്റെ പൈസ എന്ത് വകയിലാണ് കേക്ക് കട്ട് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആസ് എ ഹോൾ ഇൻഡസ്ട്രി നമ്മളൊന്ന് മൂവ് ഫോർവേഡ് ചെയ്യണം. ലൈക്ക് ഇപ്പൊ ഞങ്ങള് എന്റെ അടുത്ത് ജഗദീശൻ കൃഷാന്തിന്റെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആക്ച്വലി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അത് കേൾക്കാനും മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ ആ സമയത്ത് എന്തോ ജഗദീശേട്ടൻ തിരക്കില് പിന്നെ അത് വിട്ടുപോയി. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൃഷാന്ത് വേറെ പ്രോജക്റ്റിലേക്ക് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് വി ആർ റിയലി ഇൻട്രസ്റ്റഡ് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനും ഒരുമിച്ച് നിന്ന് ഒരു പ്രോജക്റ്റ് ഒരു സിനിമ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. എനിക്കിപ്പോഴും ഒരു ഫാമിലി ആംബിയൻസിൽ നിന്ന് സിനിമ എടുക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അല്ലാതെ സീൻ കഴിഞ്ഞപ്പോഴേക്കും ക്യാരവനിൽ കയറി ഒരു ടീം അവിടെ ഇരുന്നു, കുറെ പേര് ഇവിടെ ഇരുന്നു, അങ്ങനെയുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഔട്ട്കം വരുന്നത്. ഇപ്പൊ ജാനേമൻ ഞങ്ങൾക്ക് ഇതേ ഉണ്ടായിരുന്നില്ല, ക്യാരവനെ ഉണ്ടായിരുന്നില്ല. ഷൂട്ട് ചെയ്യുന്ന വീടിന്റെ 2 ഓപ്പോസിറ്റ് വീടാണല്ലോ. തൊട്ടപ്പുറത്ത് ഒരു NRIയുടെ ഒരു വലിയ വീടുണ്ടായിരുന്നു. അവിടെയായിരുന്നു എല്ലാവരും. അതിന്റെ ഇത് സിനിമയിൽ ആ റിസൾട്ട് കാണാനുണ്ട്. ജയഹേ അങ്ങനെ തന്നെയായിരുന്നു. ആസ് എ ഫാമിലി ആയിരുന്നു നമ്മളെല്ലാവരും. അന്താക്ഷരി കളിക്കലും പാട്ടുപാടലും അങ്ങനെ ഭയങ്കര. അപ്പൊ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് പ്രൊഡ്യൂസേഴ്സും അതിനെ ഫോർവേഡ് ചെയ്യണം. അവരും ഒരു പാർട്ടായിട്ട് ഇതിൽ നിൽക്കണം. അവര് ക്രിക്കറ്റ് കളിയാ ഭയങ്കര ക്രിക്കറ്റ് കളി കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സും കൂടെ ഇതിന്റെ പാർട്ടായിട്ട് അതെ ഇൻവോൾവ് ആയി. സിനിമയുടെ ഇടയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് ഷൂട്ട് നിർത്തിയിട്ടുണ്ട്. സോ വിയേർഡ്. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഈ സിനിമയുടെ ക്രിക്കറ്റിന്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടോവി കളിക്കുന്നുണ്ടായിരുന്നു. മിന്നൽ മുരളിയുടെ അല്ല തല്ലുമലയുടെ. അതുപോലെ അത്ര വലിയ പടത്തിലൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്നത്. ടർഫ് ബുക്ക് ചെയ്ത ടൈമായി എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് നിർത്തിയിട്ടുണ്ട്. അതുപോലെ അസീസൊക്കെ ഷൂട്ട് തീർന്നിട്ട് 2 ദിവസം ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. വീട്ടിലെത്തിയിട്ടില്ല, അതേ വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവന്നു. ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 ടീം, ഒന്ന് ബേസിൽ ഒന്ന് ഡയറക്ടർ. ഒരു തവണ തോക്കുമ്പോ അടുത്ത ആൾക്ക് വാശി വിടുമല്ലോ, അടുത്ത കളിക്ക് അവിടെ അടുത്ത ആള് തോക്കും. അപ്പൊ ഇപ്പഴത്തെ ആൾക്ക് വാശി വിടും. അടുത്ത് ഇങ്ങനെ കളി പിന്നെ ഫുൾ ഡെയിലി തന്നെ പരിപാടി. I think on that note നമുക്ക് wrap up ചെയ്യാം. Like it was a very lovely conversation. Thanks everyone. Especially എല്ലാരും. Hopefully we all make good films. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ടീം അപ്പ് ചെയ്ത് അഹമ്മദായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് എപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല, നടക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പറയേണ്ടതാണ് കണ്ടിന്യൂ മേക്കിംഗ് ദ കൈൻഡ് ഓഫ്, അതായത് വിനയ് എസ്പെഷ്യലി അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഇപ്പൊ ഡോൺ പാലത്ര, ആനന്ദ്, അത് ഭയങ്കര സപ്പോർട്ടല്ലോ. ഇത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രിവിലേജ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജനറലി എന്നെ അന്വേഷിച്ച് വരുന്ന സിനിമകളും റോളുകളിൽ നിന്നൊക്കെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള
റോൾസ് ഓഫർ ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു ഏരിയ എന്നെ സംബന്ധിച്ച് ബ്ലെസ്സിങ് ആണ്. ഉം. ഞാനത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാറില്ല. ഇപ്പൊ ഇത് കമേഴ്ഷ്യലി എന്ന് പറയുന്നത് ഞാനൊരു ആക്ടറാണ്, ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്, അതിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ എവിടെയോ ബാധ്യസ്ഥരാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണുന്ന ആളുകൾക്ക് മടുക്കും, നമുക്കും മടുക്കും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മളുടെ മനസ്സ് ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഗോഡ്സേ ഗോഡ്സേ എന്ന് പറയുന്നൊരു സിനിമയിൽ ആ. ഞാൻ പണ്ട് വിനയെ ആദ്യം റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി ഗോഡ്സേ കണ്ടിട്ടാണ്. എനിക്ക് പറ്റിയിട്ടില്ല, ആ സമയത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഗോഡ്സ് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ചെയ്തു. ഞാനത് IFFK പറഞ്ഞിട്ട് ഏതൊരു ഗോഡ്സ് ഭയങ്കര പേഴ്സണൽ സിനിമയായിരുന്നു. അപ്പൊ അത് ഭയങ്കര ചെറിയ ബഡ്ജറ്റ് ചെയ്തിട്ട് എന്റെ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഒരു ബംഗാളികൾ താമസിക്കുന്ന ലോഡ്ജ് ഉണ്ട് കണ്ണൂര്. അവിടെയാണ് ഇതിന്റെ മറ്റൊരു ഫിലിം സിറ്റി പോലുള്ള പരിപാടിയാണ്. അതിന്റെ മുറികളിൽ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ സെറ്റ് ഇടും. അങ്ങനെ അത് അത്ര ഷൂസ്റ്റിംഗ് ബഡ്ജറ്റിലെടുത്ത് ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടർ ഷെറി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്ത പടം. അപ്പൊ അത് എന്തുകൊണ്ടോ ആകെ ഒരു മേജർ സ്ക്രീനിൽ നടന്നിട്ടുള്ളൂ, അത് IFFK അല്ല. പിന്നെ ആ സിനിമ ഞാൻ പറഞ്ഞു എന്റെ അമ്മ കൂടി കാണാത്തൊരു പടം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റേ ഫിലിമില്ലേ പാവം ചെയ്യാത്തവർക്ക് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പക്ഷെ അത് എത്ര പേര് കണ്ടു എന്നുള്ളത് അത് വേറെ ലെവലാണ്. ആമസോണിൽ വന്നിട്ട് കുറെ ലക്കിലി ഈ നമ്മൾ ചെയ്യുന്ന സിനിമകളുടെ ഇപ്പൊ ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാ ആളുകളുടെയും ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കലും നമ്മൾ അയാളുടെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് സിനിമ വന്നിട്ട് ആളുകൾ കാണാണ്ടാവുമ്പോൾ ഭയങ്കര ഡിപ്രസിങ് ആണ്. പാവം ചെയ്യാത്തവരുടെ ഒരു ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയാൻ വേണ്ടി കോവിഡ് ടൈമിന് അത് ആമസോണിൽ വന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ കണ്ടു. ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഫിലിം മേക്കറിൽ ഒരാളാണ് ഈ ശംഭു എന്ന് പറയുന്നത്. അപ്പൊ ശംഭുവിന് ഇടക്കിടക്ക് ഞാൻ കാണും ഫെസ്റ്റിവലിലൊക്കെ. പുള്ളി ഈ KSFDC വർക്ക് ചെയ്യുന്ന. അപ്പൊ ഞാൻ പറയും ശംഭു ഇതൊക്കെ കളഞ്ഞിട്ടൊരു സിനിമ എടുക്കാൻ പറയും. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്യാം അടുത്ത പടം എന്താണെന്ന് ചെയ്യാനുള്ളത്. വെടിവഴിപാട് പുള്ളിയെ അതൊന്നും അടിപൊളി. ശംഭു എക്സ്ട്രീംലി ടാലന്റഡ്. 18 ദിവസത്തിലാ പടം ചെയ്തു. 18 ദിവസത്തിൽ പാവം ചെയ്യാത്തവർക്ക് അല്ലറിയിട്ട പോലത്തെ ഒരു സിനിമ അദ്ദേഹം ചെയ്തു. അത് പിന്നെ സിംഗിൾ ടേക്ക് ഉണ്ടല്ലോ, സിംഗിൾ ടേക്കിന്റെ പൂരമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ടാലന്റ് വേണം. ഇത്ര ക്രൗഡിനെ വെച്ചിട്ട് അത്രയും ആർട്ടിസ്റ്റും ക്രൗഡ് മൊത്തം കല്യാണം ശാന്തിയിലും നല്ല എല്ലാരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you. ഓൾ ദി ബെസ്റ്റ്.